പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓരോ ആഴ്ചയിലും വ്യത്യസ്ത വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നു. പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. ഇതിൽ വരുന്ന ആളുകൾ പറയുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പറയുന്നവർക്കാണ്. പലപ്പോഴും എന്താ പറയുന്നത്, ഇതിൻ്റെ ഈ വീഡിയോസിൻ്റെയൊക്കെ പകുതി ഭാഗങ്ങൾ പലരും കട്ട് ചെയ്തിട്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലുമൊക്കെ ചർച്ചകൾ ആക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ മറുഭാഗത്തിരിക്കുന്ന ആളുകൾ പറയുന്ന പലതിനോടും പല കാര്യങ്ങളും എൻ്റെ മേലും ആരോപിക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ പറയട്ടെ. ഈ പ്രോഗ്രാമിൽ വരുന്ന ആളുകൾ പറയുന്ന ഏതൊരു കാര്യം അത് അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വരുന്നൊരു വിഷയമെന്ന് പറയുന്നത് ത്രിയേകത്വം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ തന്നെ ദൈവം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുള്ള ചോദ്യങ്ങളും പലതരത്തിലുള്ള പഠിപ്പിക്കലും ഇതൊക്കെ ഒന്ന് തിരിച്ചറിയുവാനും ഒക്കെയുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ലൈവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യം നിങ്ങൾ ഇട്ടാൽ ഞാൻ ചോദിക്കാം. ഹായ്, നിങ്ങളെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. എന്നാൽ എതിർക്കുന്ന ആളുകളുമുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, ഇതൊരു പ്രോഗ്രാമാണ്, ആ രീതിയിൽ മാത്രം ഇതിനെ കാണുക എന്ന് ഞാൻ പറയാറുണ്ട്. പലപ്പോഴും പലർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഹായ് ഹെവൻ ജോർജ് ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. എസ് തോമസ് അച്ചാൻ എഴുതിയിരിക്കുന്നത് ഞാൻ ചർച്ച ചെയ്തതിന്റെ ഉത്തരവാദിത്തം ഞാൻ തന്നെയാണ്. ഓക്കെ, എന്നോടൊപ്പം ചർച്ചയ്ക്ക് വരുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചില ആളുകളുണ്ട്. നമ്മളൊരു പ്രോഗ്രാം ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ കാണുക. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും ഒരുപക്ഷെ എന്നോടൊപ്പം ലൈവിൽ വന്ന് സംസാരിക്കുന്ന വ്യക്തികൾ പറയുന്നത്. അപ്പോൾ അവർ അത് ആശയം കൊണ്ട് എതിർക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. ഈ വീഡിയോസ് കഴിയുമ്പോഴും ചർച്ചകൾ മുമ്പോട്ട് സാധാരണ നടക്കാറുണ്ട്. അപ്പം അത് എൻ്റെ യൂട്യൂബ് ചാനലാണ്, ലിനു കെ ജോൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഇവിടെ വരുന്ന വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. ഹായ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മുഖത്തൊരു ഗൗരവം ഉള്ളതുപോലെ. നമ്മൾ ഇന്ന് ത്രിയേകത്വവും അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അപ്പോൾ തന്നെ പൊതുവിൽ ഇന്ന് പഠിപ്പിക്കുന്ന പല പഠനങ്ങളോടുള്ള ബന്ധത്തിലുള്ള ചില ചോദ്യങ്ങളും ഒക്കെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കുറെ കാലമായി ദൈവം എന്നുള്ള വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ വർഷങ്ങളായി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു മുമ്പോട്ട്. ഓക്കെ. നമ്മള് അപ്പൊ ത്രിയേകത്വം എന്താണെന്ന് ഇന്ന് പലർക്കും പലപ്പോഴും അറിയുന്നില്ല. അപ്പൊ നമ്മള് ത്രിയേകത്വം എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ത്രിയേകത്വം എന്ന് നിങ്ങൾ പറയുന്നത് ആര് പഠിപ്പിച്ച പഠനമാണ് നിങ്ങൾ പറയുന്നത്? എന്താണ് അതിന്റെ ബേസ്? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് പറയുന്നതാണോ? അതോ ഇതിനു മുമ്പേക്ക് ഒരു പഠിപ്പിക്കൽ എല്ലാവരും അല്ലെങ്കിൽ മറ്റ് സഭക്കാരെല്ലാം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള
രീതിയിൽ തന്നെയുള്ള പിന്നിലാണ് പെന്തക്കോസ്ത് ആളുകളും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും വിശ്വസിക്കും. ത്രിയേകത്വം എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നിത്യ വിശ്വാസ പ്രമാണമാണോ ത്രിയേകത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്നത്? ത്രിയേകത്വം ആദ്യമായിട്ട് നിർവചിക്കപ്പെടുന്നത് നിക്കായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തില. അത് യൂണിഫൈഡ് ചർച്ച്, അതായത് അന്ന് ഈ ചർച്ചിൽ ഭിന്നതയില്ലായിരുന്നു. അന്ന് നിലവില് അന്ന് ലോകത്തുണ്ടായിരുന്ന 318 ബിഷപ്പുമാരാണ്. 318 ബിഷപ്പുമാർ, 318. അപ്പൊ ഈ 318 ബിഷപ്പുമാരും ആ സുന്നോദോസിൽ പങ്കെടുത്തു. അന്ന് ലോകത്തുള്ള എല്ലാ ബിഷപ്പുമാരും ആ കൗൺസിലിൽ പങ്കെടുക്കണമെന്ന് കോൺസ്റ്റന്റൈന് നിർബന്ധം ഉണ്ടായിരുന്നു. കോൺസ്റ്റന്റൈന് റോമ ചക്രവർത്തി ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ചിതറിപ്പാർക്കുകയും അവരുടെ ഉപദേശത്തിൽ ഒരു ഐക്യമില്ലായ്മയും അദ്ദേഹത്തിന് തോന്നി. അപ്പം അദ്ദേഹം മുൻകൈയെടുത്താണ്, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു കൗൺസിൽ ഉണ്ടാവത്തില്ല. ഇത് ഏത് വർഷമാ? AD 318 അതിന് ഓർഡർ പോയി. അതായത് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ മരണം ഏകദേശം ഏത് വർഷമായിരിക്കും? AD 30. അപ്പം AD 30 കഴിഞ്ഞിട്ട് അപ്പൊ AD 325 ഇത് അല്ലേ? AD 325 കൗൺസിൽ നടന്നത്. പക്ഷെ AD 318 കൗൺസിൽ നടത്താൻ ഓർഡർ പോയി. അപ്പൊ ഇത്രയും വർഷങ്ങൾ AD 30 തൊട്ട് യേശുക്രിസ്തുവിന്റെ മരണം അടക്കം ഒരു പുനരുദ്ധാനം കഴിഞ്ഞിട്ട് 30 തൊട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഇതിനൊരു ഐക്യത അല്ലെങ്കിൽ ഇതിനെ ഒരുമിച്ച് ഉപദേശത്തെ ഒന്നാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത് അല്ലേ? തീരുമാനത്തിലേക്ക്. അതിനകത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം ലിനുവിന്റെ കൂടെ ലൈവ് ചെയ്ത ബിജു ആന്റണി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇരുന്ന് കുറെ കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അതൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്. അതെല്ലാം ഈ ഭാവനയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യാണ്, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഞാന് അസ്യൂം ചെയ്യാണ് യേശുക്രിസ്തു ഇങ്ങനെ നല്ല ഒരു പഞ്ഞി പോലത്തെ ഉടുപ്പൊക്കെ ഇട്ട് ഒലിവുമലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പോയി. അപ്പം വേറെ പഞ്ഞി പോലത്തെ കുറെ മേഘം വന്ന് അദ്ദേഹത്തെ മറച്ചു. അപ്പോഴേക്കും പഞ്ഞി പോലത്തെ തിളങ്ങുന്ന ഉടുപ്പുള്ള രണ്ടുപേർ താഴോട്ടിറങ്ങി വന്നിട്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ വീട്ടിൽ പോകുകയും എന്ന് പറഞ്ഞാൽ അപ്പൊ അവര് തിരിച്ചു പോയി. അവര് പോയി കഴിഞ്ഞപ്പോഴേക്കും ഡിന്നറൊക്കെ കഴിഞ്ഞ് ഉറങ്ങി, രാത്രി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഉടനെ പത്രോസ് കടയിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ നീ എവിടെ പോവാ? അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതണ്ടേ, ഞാനൊരു 200 പേര് ബുക്ക് മേടിച്ചോണ്ടിരുന്നു. അങ്ങനെ പത്രോസ് ബുക്ക് മേടിച്ചോണ്ട് വന്നു. ഇവരൊക്കെ കൂടെ ഇരുന്ന് ഇതെല്ലാം എഴുതി പിടിപ്പിക്കുകയാണ്. മത്തായിക്കൊരു ബുക്ക്, മർക്കോസിനൊരു ബുക്ക്, ഇവരെല്ലാം ഓരോ മുറിയിൽ ഇരുന്ന് എഴുതുക. ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും 12 മണിയൊക്കെ വന്ന്, നിങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാ മതിയോ, വന്നേ നമുക്കെല്ലാം കഴിക്കണ്ടേ. അപ്പം ചോറ് വിളമ്പി, ചേമ്പ് പുഴുങ്ങി, വൈകിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കി. ഇങ്ങനെ അവര് 1-2 ആഴ്ച കൊണ്ട് ഇത് ഉണ്ടാക്കി എഴുതി തയ്യാറാക്കി. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ഇരുന്നായി ചിന്തിക്കുന്നു. അപ്പൊ അങ്ങനെയൊന്നും ഒരു സംഗതി നടന്നിട്ടില്ല. അപ്പൊ ഇത്തരം മണ്ടത്തരമാണ് വന്ന് പറയുന്നത് ഏർലി ചർച്ചിൽ പുസ്തകം ഉണ്ടായിരുന്നെന്നും ആ പുസ്തകം വെച്ച് അവർ കാര്യം നടത്തിക്കൊണ്ടിരുന്നെന്നും. ഇതെല്ലാം അബദ്ധങ്ങളാണ്. അപ്പൊ ഇതൊക്കെ പറ്റുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്തിരുന്നിട്ട് നമ്മൾ 2000 വർഷം മുമ്പ് നടന്ന കാര്യം നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ ഇരുന്ന് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുന്ന അതാണ് നമുക്ക് പറ്റുന്നത്. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ഇതെല്ലാം ചിന്തിക്കുക. ഇനി മറ്റൊരു കാര്യം, ഈ ബൈബിള് നമ്മൾ വിശ്വസിക്കണം. ബൈബിൾ വിശ്വസിക്കണം 100%. പക്ഷെ ബൈബിള് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകളൊന്നും ഓർക്കുക. ഇപ്പം ഓർത്തഡോക്സ് ചർച്ചും കാതലിക് ചർച്ചും ഭൂമിയിൽ ഇല്ലെന്ന് വെക്കുക. നമ്മൾ ഒരു നിമിഷം കണ്ണടച്ചിട്ട് ആ ചർച്ചും അവരുടെ ട്രഡീഷനും അവരുടെ ഹിസ്റ്ററി മുഴുവൻ എറേസ് ചെയ്ത് കളയുക. നമുക്ക് ബൈബിളുണ്ട്, അത് വിശ്വാസയോഗ്യമാണോ? ഈ ചർച്ചില്ല, ഒന്നും പറയാൻ പറ്റില്ല. ആ ചർച്ചിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ചർച്ചില്ല. നമുക്ക് ഔട്ട് ഓഫ് ബ്ലൂ ബൈബിൾ കിട്ടി. മാർട്ടിൻ ലൂതർ ഒരു കക്കൂസിന് കുഴിയെടുത്തപ്പോൾ പുള്ളിക്ക് ബൈബിൾ കിട്ടിയെന്ന് വെച്ചു. ചർച്ചില്ല. അപ്പൊ ആ പുസ്തകം എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? അപ്പൊ ബൈബിളിൽ എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടെങ്കിൽ അത് സഭയുള്ളത് കൊണ്ടാണ്. അപ്പം എല്ലാവരും ചോദിക്കുക, ഏതാണ് സഭ, എന്താണ് സഭ? അപ്പൊ അദൃശ്യമായ സഭ. അങ്ങനെ അദൃശ്യമായ സഭയെന്നൊന്നും ഒരു സഭയില്ല.
സഭയൊക്കെ ദൃശ്യമാണ്. അപ്പൊ നമ്മൾ സ്വയം വഞ്ചിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ചർച്ച് എന്ന് പറഞ്ഞാല് AD 318 കോൺസ്റ്റന്റൈൻ പറഞ്ഞു നിങ്ങൾ കൗൺസിൽ ഉണ്ടാക്കാൻ വേണ്ടി ചക്രവർത്തിയുടെ ആജ്ഞയാണ്. മനസ്സിലായോ? അപ്പൊ ചക്രവർത്തിയുടെ ആജ്ഞ ആയതുകൊണ്ടാണ് എല്ലാവരും വന്നത്. ഇന്നത്തെ പോലെ തന്നെ അന്നും ആളുകൾക്ക് ഇതുണ്ട്, ഏതാ കൊമ്പുണ്ട്. പക്ഷെ റോമൻ ചക്രവർത്തി ഓർഡർ ഇട്ടിരിക്കുക എല്ലാം അങ്ങ് വന്നേക്കാൻ. അപ്പം അത് തന്നെ 7 വർഷം സമയം കൊടുത്തു. 7 വർഷം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല മുക്കിലും മൂലയിലും പൊത്തിലും ഒക്കെ ഇരിക്കുന്ന ബിഷപ്പുകാരെ തപ്പിപ്പിടിക്കാനാണ്. കാരണം അന്ന് സഭ മുഴുവൻ അണ്ടർഗ്രൗണ്ടിലല്ലേ. സഭയെല്ലാം അണ്ടർഗ്രൗണ്ടിൽ എവിടെയൊക്കെ സഭയെന്ന് അറിയത്തില്ല. ഇന്നത്തെ പോലെയാണ് എളുപ്പമാണ്. ഇന്നിപ്പോ ചോദിക്കുന്നതിനാ എല്ലാവർക്കും ഓരോ കത്തയച്ചാൽ മതിയല്ല. അങ്ങനെയല്ല. അന്ന് സഭ എവിടെയാ ഉള്ളതെന്ന് തന്നെ അറിയത്തില്ല. ഇനി ഇവിടെ ഒരു സഭയുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഉണ്ടെന്ന് പറയത്തില്ല. കാരണം കൊന്നോണ്ടിരിക്കുന്ന കാലമാണ്. കോൺസ്റ്റന്റൈൻ മാറിക്കഴിഞ്ഞപ്പോഴാണ് കൊലപാതകം നിൽക്കുന്നത്. അപ്പോ എല്ലാ സഭയും രഹസ്യ സങ്കേതങ്ങളിലാണ്. അപ്പൊ ഒരു ബിഷപ്പിനെ തപ്പിപ്പിടിക്കാന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. ബിഷപ്പുകാരൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പൊ അതുകൊണ്ട് 7 വർഷം എടുത്തു. 7 വർഷം നിതാന്ത പരിശ്രമം നടത്തി സകലയിടത്തും കൽപ്പന പോയി. അങ്ങനെ ഈ ബിഷപ്പുമാരൊക്കെ പരസ്യമായിട്ട് ശുദ്ധമായി ശ്വസിച്ച് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കാണുന്നത് ഈ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഈ 325 നമ്മളിവിടെ ആ ഒരു കൂടിവരവിൽ തുടക്കമാണോ ഈ പറയുന്ന ത്രിയേകത്വം എന്നുള്ള വിഷയത്തിന്റെ തുടക്കം? ആ കൂടിവരവിൽ അവർ നിർവചിച്ചു, പിതാവിനെ നിർവചിച്ചു, പുത്രനെ നിർവചിച്ചു. നിക്കാസുന്നോസ് അത് രണ്ടോ ചെയ്തുള്ളൂ. ഹോളി സ്പിരിറ്റിനെ നിർവചിച്ചില്ല. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന, അതായത് യേശു ക്രിസ്തുവിന്റെ കാലത്തിന് ശേഷം ഈ AD 325 ഇടയിലുള്ള കാലഘട്ടത്തിലുള്ള അവരുടെ വിശ്വാസം എന്താണെന്നതിൽ മനസ്സിലാക്കാൻ കഴിയും. അവരുടെ വിശ്വാസം പല എഴുത്തുകള് വളരെ വിരളമായിട്ട് ലഭ്യമാണ്. ഈ വളരെ വിരളമായിട്ട് ലഭ്യമാണെന്ന് നമ്മള് പറയുമ്പോ തന്നെ ഒരുപാട് ഈ ബൈബിൾ മാനുസ്ക്രിപ്റ്റുകൾക്കൊന്നും തന്നെ അന്ന് പഴയ മാനുസ്ക്രിപ്റ്റ് ഒന്നും ലഭ്യമല്ല. കോപ്പികളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ കോപ്പികൾ എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഇപ്പൊ പത്രോസ് എഴുതിയെന്ന് പറഞ്ഞാൽ പത്രോസ് എഴുതുന്നൊന്നും ആരുടെ കയ്യിലും ഇല്ല. എന്ന് പറഞ്ഞാൽ 3-ാം നൂറ്റാണ്ടിലൊക്കെ മാനുസ്ക്രിപ്റ്റ് ആണ് ഏർലിയസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇരിക്കുന്നത്. ഇപ്പൊ 4-ാം നൂറ്റാണ്ടിൽ ഒരു കോപ്പി നമ്മളെ ഇരിക്കുക. അപ്പൊ 4-ാം നൂറ്റാണ്ടിൽ ഒരു കോപ്പി നമ്മളെ ഇരിക്കുമ്പം അതിന്റെ വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ അത് കോപ്പി ചെയ്തതും പ്രിസർവ് ചെയ്തതും ആരാ? അവരെ വിശ്വസിക്കാന്നുള്ളതേ ഉള്ളൂ. അവരെ വിശ്വസിക്കാതെ ഒരു തരവും. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ സഭയുടെ വിശ്വാസം എന്തായിരുന്നു? ഇത് AD 325 മുമ്പുള്ള യേശുക്രിസ്തുവിന് ഉയർത്തെഴുന്നതിന് ശേഷമുള്ള ആ ഇടക്കാലത്തിലുള്ള കാലഘട്ടത്തിൽ ഈ സഭയുടെ വിശ്വാസം എന്തായിരുന്നു? അത് അറിയാൻ വല്ല വഴിയുണ്ട്? സഭയുടെ വിശ്വാസത്തെ പറ്റി നമുക്ക് യാതൊരു ധാരണയും ഇല്ല. കാരണം സഭയുടെ വിശ്വാസം തൃത്വവിശ്വാസമാണെന്ന് ഊഹിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അതിന് ശക്തമായ ഒരു തെളിവ് ഈ അപ്പോസ്തലിക പിതാക്കന്മാർക്ക് ശേഷം അവരുടെ നെക്സ്റ്റ് ശിഷ്യന്മാരുടെ തലമുറ വരികയാണ്. അപ്പം ആ ഒരു കൈമാറുന്ന വിശ്വാസം, അതായത് ട്രാൻസ്ഫറിങ് ഫെയ്ത്ത് ആണ്. അപ്പം ആ കാര്യത്തിൽ വളരെ ശുഷ്കാന്തി പുലർത്തുന്നവരായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ആളുകൾ, പ്രത്യേക യഹൂദന്മാര്. അപ്പൊ ആ ഒരു പാരമ്പര്യത്തിലാണ് വരുന്നത്. രണ്ടാമത് ഇവർ പീഡിപ്പിക്കപ്പെട്ട സഭയാണ്. ഈ കോൺസ്റ്റന്റൈൻ വരുന്നവരെ നിരന്തരം കൊല്ലപ്പെടുക. അപ്പം നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ഒരിക്കലും ഒരു നുണ പറയത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഗെയിൻ ഇല്ല. ഇത് വേറൊരു സംഗതി ഇതിനകത്ത് കൊണ്ടുവന്നുണ്ട്. എന്ത് നേട്ടം എന്താ ഇതിന് മനസ്സിലായ? അതായത് നമ്മുടെ ജീവൻ കൊടുത്തിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഏതാ? എനിക്ക് മനസ്സിലായി. അതായത് സ്വന്തം ജീവിതം അവർക്ക് രാജ്യം പറയേണ്ട കാര്യമില്ല. അവരവരുടെ ലൈഫ് കളഞ്ഞിട്ട് സത്യത്തിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വന്ന ആ ഫെയ്ത്ത്, അപ്പം അന്ന് ലോകത്തുള്ള മുഴുവൻ ബിഷപ്പുമാരും വരികയാണ്. അപ്പൊ എല്ലാത്തരം ട്രഡീഷനും അവിടെ സമ്മേളിക്കുകയാണ്. AD 325. അപ്പൊ ഞാൻ ഇടയ്ക്ക് വീണ്ടും ഒന്ന് ചോദിച്ചോട്ടെ.
AD 325 അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിന് ഇടയ്ക്ക് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഇടയ്ക്കത്തെ കാര്യം ഞാൻ ചോദിച്ചപ്പോ വ്യക്തത ശരിക്കും പറയാനുള്ള എവിഡൻസ് കാര്യങ്ങളൊന്നും നമുക്കില്ല. എന്നാൽ ഞാൻ ഇച്ചൂട് ബാക്കിലോട്ട് പോകുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതായത് യേശുക്രിസ്തുവിന്റെ ജനനത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിലുള്ള കാലഘട്ടം, യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് ഒന്ന് നോക്കാം. ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു, വളർന്നു വന്നു. ആ കാലഘട്ടത്തിൽ ആളുകൾ യേശുവിനെയാണോ, യേശു ഒരു ദൈവത്തെ വെളിപ്പെടുത്താനായിട്ടാണോ വന്നത്? എന്താണ് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ചിന്തിച്ചത്? യേശുവിനെ ദൈവമായിട്ടാണോ, അത് യേശു മറ്റൊരാളെ ദൈവമായിട്ട് വെളിപ്പെടുത്താൻ വന്നതായിട്ടാണോ ചിന്തിച്ചത്? രണ്ട് രീതിയിൽ യേശുവിനെ അവർ പ്രതീക്ഷിച്ചു. ഒന്ന് പ്രവാചകൻ. ഞാൻ ആവർത്തനം 18 ഒരു പ്രവാചകനുണ്ട്. മോശ പറഞ്ഞല്ലോ, എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ ജനത്തിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അപ്പൊ ആ പ്രവാചകൻ, അപ്പൊ അതാണ്, നീ ആ പ്രവാചകനോ? അല്ല. അപ്പം യോഹന്നാനുണ്ട്, നീയാണ് ആ പ്രവാചകൻ. ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മോശ പറഞ്ഞ ആ പ്രവാചകനാണ് മുഹമ്മദ് എന്നാണ് മുസ്ലിമുകൾ പറയുന്നത്. അതായത് മോശ വാഗ്ദാനം നൽകിയ ആ പ്രവാചകനാണ് യേശു, അതാണ് അവരുടെ വിശ്വാസം. അല്ല, ആ പ്രവാചകന മുഹമ്മദ് എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. മൂസ നബി പറഞ്ഞ ആ പ്രവാചകനാണ്. അപ്പം പിന്നെ അതിന് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മുഹമ്മദ് ആണെന്ന് അവർ പറയും. ഇപ്പൊ കൽക്കി മുഹമ്മദാന്ന് പറയും. ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ സക്കീർ നായിക്ക് പറയുന്നത് കൽക്കി അത് നമ്മള് മുഹമ്മദാണ് കൽക്കി. അത് ഭവിഷ്യപുരാണത്തിൽ പറയുന്നത് അനുസരിച്ച്. പിന്നെ പരിശുദ്ധാത്മാവ് വരുന്നു പറഞ്ഞാൽ അത് മുഹമ്മദാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ മുഹമ്മദാണ്. പിന്നെ ആവർത്തന പുസ്തകം 18 മോശ ഒരു പ്രവാചകനെ പറ്റി പറഞ്ഞു, അയ്യോ അതും മുഹമ്മദാണ്. അപ്പൊ ആരെവിടെ പ്രവചിച്ചെന്ന് പറഞ്ഞാലും അതെല്ലാം മുഹമ്മദ് ആണെന്നാണ് അവരുടെ വാദം. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല, അത് കൂടുതൽ എനിക്ക് സ്റ്റഡി ചെയ്യണം. പക്ഷേ ആവർത്തനം 18 മോശ പറഞ്ഞ ആ പ്രവാചകനാണ് യേശു. അപ്പൊ അവിടുത്തെ ആ സമയത്തുള്ള ശിഷ്യന്മാരുടെ ബോധ്യം യേശുവിനെ കുറിച്ച് എന്താണെന്നുള്ളതാണ്, പ്രവാചകനാണ്. അതാണ് പറഞ്ഞത്. അപ്പൊ പ്രവാചകനാണ്. അതേസമയം അവരൊരു മസിഹായെ പ്രതീക്ഷിച്ചിരുന്നു, ഒരു പൊളിറ്റിക്കൽ ലീഡർ, സേവിയർ. പൊളിറ്റിക്കൽ ലീഡർ എന്നാണ് ഉദ്ദേശം. അതെ, മസിഹ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡറാണ്. ആ മസിഹ മസിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷിക്തന്മാരാണ് രാജാക്കന്മാര്. അതായത് ഈ പഴയ നിയമത്തിൽ 3 അഭിഷിക്തന്മാരാണ്: രാജാവ്, പ്രവാചകൻ, പുരോഹിതൻ. പുരോഹിതൻ വന്നിട്ട് വലിയ അർത്ഥമൊന്നുമില്ല, കാരണം പുരോഹിതന്മാർ അവർക്ക് അന്നേരം ഉണ്ട്. അന്നാസും കയ്യാഫും ഒക്കെ നിൽക്കിയല്ലേ. പക്ഷെ അവർക്ക് വേണ്ടി ഒരു പ്രവാചകനെ വേണമായിരുന്നു. കാരണം ഇനി എന്ത് നടക്കും? പ്രവാചകന്മാരെ പറയൂ, പ്രകപാതം. ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരില്ലായിരുന്നല്ലോ. മലാക്കിക്ക് ശേഷം ഇസ്രായേലിന് പ്രവാചകന്മാരില്ല. 440 വർഷമായിട്ട് ഒരു പ്രവചന സ്വരം ഇല്ല. 430. അപ്പം അങ്ങനെ ഒരു പ്രവാചക സ്വരം ഇല്ലാതിരുന്നപ്പോഴാണ് യോഹന്നാൻ ശബ്ദം ഉയർത്തുന്നത്. അപ്പൊ 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് ദൈവസ്വരം മുഴങ്ങുന്നത്. അതാണ് യോഹന്നാൻ. അതിനിടയ്ക്ക് ഞാൻ ഒന്നുകൂടെ നിർത്തിക്കോട്ടെ. ഇതിനിടയ്ക്ക് ഈ 400 വർഷത്തിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന യെരുശലേം ദേവാലയമോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമോ, ദൈവത്തിന്റെ തീ ഇറങ്ങുമൊന്നും ചെയ്തിട്ടില്ല? ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഉണ്ട്. ദൈവത്തിന്റെ ഇടപെടൽ ഞാൻ ഈ 400 വർഷം എന്ന് പറഞ്ഞു ദൈവത്തിന്റെ ഇടപെടലില്ലേ? ദൈവത്തിന് ഒരു ഇടപെടൽ. അത് തന്നെയല്ല, ഈ പെട്ടകം തന്നെ പോയല്ലോ. ബാബിലോണിയൻ പ്രവാസം വരിക. ബാബിലോണിയൻ പ്രവാസം വരുമ്പോഴേക്കും ഈ ബാബിലോണിയൻ പെട്ടകം പിടിച്ചുകൊണ്ട് പോകുന്ന വെളിപ്പെട്ടിട്ട് യെരമ്യാ പ്രവാചകൻ എന്ത് ചെയ്യാണ്? യെരുശലേം ദേവാലയത്തിൽ ചെന്നിട്ട് അവിടുന്ന് പെട്ടകം എടുത്തോണ്ട് പോകും. യെരമ്യാ പ്രവാചകൻ അവിടുന്ന് പെട്ടകം എടുത്തോണ്ട് പോയി ഒരു ഗുഹയ്ക്കകത്ത് വെച്ച് ഒളിപ്പിച്ചു. അത് ഒളിപ്പിച്ച സ്ഥലം ആർക്കും അറിയത്തില്ല. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പെട്ടകം മാറ്റി. അത് കഴിയുമ്പോഴാണ് ഈ ബാബിലോൺ വന്ന് ഇവരെ പിടിച്ചോണ്ടൊക്കെ പോകുന്നത്. അപ്പൊ പിന്നീട് പ്രവാസാനന്തരം പണിത ദൈവാലയത്തിൽ പെട്ടകമില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാലത്ത് യെരുശലേം ദേവാലയത്തിൽ പെട്ടകമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ആ സമയത്ത് ദൈവത്തിന്റെ യാതൊരു ഇടപെടലുകളും ഈ പള്ളികളിൽ നടന്നിട്ടില്ല, ദേവാലയത്തിൽ നടന്നിട്ടില്ല. ദൈവത്തിന്റെ ഇടപെടലുണ്ട്. കാരണം അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അതായത് 400 വർഷത്തിന് ഒരു ഇത് പറയുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും അത് ചോദിച്ചത്. 400 വർഷം പ്രവാചകന്മാരില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ജനം പ്രാർത്ഥിക്കുകയും ആ 400 വർഷത്തിനകത്താണല്ലോ അവർ പിന്നെ ദൈവാലയം പുതുക്കി പണിയുകയും വീണ്ടും തിരിച്ചു വരികയൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് പിന്നെ
അതിനിടയ്ക്കാണ് ഈ മക്കാബിയൻ റിവോൾട്ട്, മക്കാബിയരുടെ കലഹവും അന്ത്യോക്യസ് എപ്പിഫാനസ് വരികയും ദൈവാലയത്തിനകത്ത് പന്നിച്ചോര അർപ്പിക്കുകയും ദൈവാലയത്തെ മലിനമാക്കുകയും ഒരുപാട് പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. എന്നാ നോക്കുന്നതിന് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം, ഞാനത് ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കുകയായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 26-ാം വാക്യം 25 തൊട്ട്, യെരൂശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാൻ, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായിരുന്നു. അപ്പൊ ഈ യേശു ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ഈ അരുളപ്പാട് എങ്ങനെ ലഭിച്ചു? അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഈ ശിമ്യോന് നമ്മുടെ ഈ സെപ്റ്റ്യൂജന്റ് തർജ്ജിമ ചെയ്തില്ലേ, അത് പിന്നെ ടോളമി ഒന്നാമൻ അലക്സാണ്ട്രിയയെ യവന കേന്ദ്രമാക്കാൻ തീരുമാനിച്ചു. അതായത് യവന സംസ്കാരത്തിന്റെയും ഭാഷയുടെയും തലസ്ഥാനം ഏതൻസ് ആയിരുന്നു. അപ്പം ഈജിപ്തിലെ അലക്സാണ്ട്രിയ യവന സംസ്കാരത്തിന്റെ കേന്ദ്രമാക്കാൻ തീരുമാനിച്ചിട്ട് ഏറ്റവും വലിയൊരു ലൈബ്രറി അവിടെ പണിതു. അന്ന് ഭൂമിയിലുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളുടെ ഓരോ കോപ്പി അവിടെ വേണമെന്നായിരുന്നു. അങ്ങനെ അവർ കോപ്പി എല്ലാം ശേഖരിച്ചു. അതിനുശേഷം ടോളമി രണ്ടാമൻ എബ്രായരെ തിരുവെഴുത്ത് അവിടെ കൊണ്ടുവെക്കാൻ തീരുമാനിച്ചു. അതിന് എബ്രായ ഭാഷയിലേ ഉള്ളൂ. അപ്പം ഗ്രീക്ക് ഭാഷയിലോട്ട് തർജ്ജിമ ചെയ്യാൻ വേണ്ടി യെരുശലേം ദേവാലയത്തിലോട്ട് അറിയിച്ചപ്പോൾ യെരുശലേം ദേവാലയത്തിൽ നിന്ന് 72 പണ്ഡിതന്മാരെ അയച്ചു കൊടുത്ത് അത് തർജ്ജിമ ചെയ്തു. തർജ്ജിമ ചെയ്തപ്പോ ഈ യെശയ്യാ പ്രവചനം കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും എന്ന ഭാഗം വന്നു. ഭാഗം വന്നപ്പോ എബ്രായ ഭാഷയിൽ യുവതി എന്നർത്ഥമുള്ള വാക്കാ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കാത്തലിക് ബൈബിളിൽ പോലും യുവതി ഗർഭിണിയായി മകനെ പ്രസവിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പം ഗ്രീക്കിലോട്ട് അത് തർജ്ജിമ ചെയ്തപ്പം ഈ തർജ്ജിമ ചെയ്തവരെല്ലാം കൂടെ അത് കന്യകനാക്കി. അതായത് എബ്രായ ഭാഷ കന്യകയ്ക്ക് പ്രത്യേക വാക്കില്ല. യുവതി, അവിവാഹിതയായ യുവതി എന്ന് പറഞ്ഞാൽ അവൾ കന്യക ആയിരിക്കും അവരുടെ കൾച്ചറിൽ. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഈ തർജ്ജിമ ചെയ്തവർക്ക് അത് കന്യകനാക്കണമെന്ന് തോന്നി, അവര് കന്യകനാക്കി. അപ്പൊ അന്ന് ഓടക്കൊണ്ടാക്കിയ ആളായി ശിമ്യോൻ. ചരിത്രമല്ലേ? അപ്പൊ ഈ പുള്ളി കയറി ഉടക്കി. ഈ പുള്ളി പറഞ്ഞു ഒരിക്കലും നടക്കത്തില്ല, കന്യക ഗർഭിണിയൊന്നും ആകത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഒരു റബി പറഞ്ഞു, നീ അത് കണ്ടിട്ടേ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഏണ്ട് പിന്നെ 260 വയസ്സായി ഈ പുള്ളിക്ക് അന്നേരം. യേശുവിനെ കൈകൾ എടുക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ ഏതാണ്ട് 100 വർഷത്തിന് മുമ്പാണോ ഈ സെപ്റ്റുജന്റ്? അല്ല, സെപ്റ്റുജന്റ് 200 കൊല്ലത്തോളം മുമ്പാ. 200 അല്ല, 260 BC 260 എങ്ങാണ്ട്. ഞാൻ കൃത്യം ഓർമ്മ. അതായത് 300 വയസ്സോളം പ്രായം ഈ ശിമ്യോനുണ്ട് യേശു കുഞ്ഞിനെ കൈകളിൽ ഏന്തുമ്പോ. അപ്പൊ അതാ അരുളപ്പാടുണ്ടായത്. കാരണം നമ്മളിപ്പോ 400 വർഷക്കാലം ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നല്ല, ദൈവത്തിന്റെ ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ആളുകളോട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മർത്തശുമുനിയും 7 മക്കളും അവരൊക്കെ കൊല്ലപ്പെടുന്നത് ദൈവത്തിന്റെ ഇടപെടല, രക്തസാക്ഷികളാകുന്നൊക്കെ. അതല്ല, ദൈവത്തിന്റെ ഒഫീഷ്യൽ പ്രവാചകന്മാർ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഇന്ന പ്രവാചകൻ എന്ന് പറയാൻ ഒരു പ്രവാചകൻ, നോ പ്രോഫറ്റ്. അല്ല, ദൈവം എപ്പോഴും ഇടപെടലുണ്ടായിരുന്നു. പക്ഷെ പറയത്തക്കവണ്ണം ദൈവത്തിന്റെ ഇന്ന പ്രവാചകൻ പഴയ കാലങ്ങളിലൊക്കെ യശയ്യാവിനെ രമ്യാവിനെ ഒക്കെ പറയുന്നത് പോലെ ആ കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. പ്രവാചകനില്ല, ഇസ്രായേലിന് പ്രവാചകനില്ലായിരുന്നു. ദൈവം വ്യക്തികളോട് ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നു, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. അതല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രോഫസി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ലീഡറായിട്ടൊരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു സ്പോക്സ്മാൻ ആയിട്ട് ഒരാളും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാൻ സ്നാപകം വന്ന് പരിപാടി തുടങ്ങുന്നത്. അപ്പോഴേക്കും ജനം മുഴുവൻ, കാരണം 400 വർഷമായിട്ട് കേൾക്കാത്തൊരു സംഭവമാണ്. യോഹന്നാന്റെ അടുത്തോട്ട് ഈ ആള് വന്നതിന്റെ കാരണമായി പറയുന്നു. 400 വർഷം. അപ്പൊ അവരുടെ കാത്തിരിപ്പിന് വിരാമം. പറഞ്ഞു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആ ജനനം, യേശുക്രിസ്തു ജനിച്ചു. അപ്പൊ കൂടെ നടന്ന, ഞാൻ ആ മരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലെ അവസ്ഥ എഴുതുന്നു. അപ്പൊ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് യേശുവിനെ ആരായിട്ടാണ് മനസ്സിലായത്? അത് യേശു തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ ആരെന്ന് കാണുന്നു.
അപ്പൊ അവർക്ക് കിട്ടിയ വെളിപ്പാട് യേശു ദൈവപുത്രൻ എന്നുള്ള രീതിയിൽ. അവൻ ബറിയോന കാരണം ശീമോനെ പത്രോസ് അപ്പൊ ശീമോൻ പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ നീ അപ്പോഴും ജീവനുള്ള ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവർക്ക് കിട്ടിയത്. അങ്ങനെയാണോ? അപ്പൊ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, ആ ദൈവത്തിന്റെ പുത്രനാണ് യേശു. യെസ്, എന്നാ സംശയം എന്നാ? അപ്പൊ കൂടെ നടന്ന അല്ല ഞാൻ ചോദിക്കാം. അപ്പം ഈ ദൈവത്തിന്റെ പുത്രനൊക്കെ പെട്ടെന്ന് കയറി പറയുമ്പോൾ എല്ലാവർക്കും തോന്നും നിങ്ങൾ അങ്ങ് താഴത്തെ പുത്രനാക്കി. അങ്ങനെ പിന്നെ പുത്രനെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിച്ചത്. ഈ പുത്രൻ നമ്മൾ യേശു ദൈവത്തിന്റെ പുത്രനാന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറഞ്ഞതുപോലെ ചില ആൾക്കാർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ശിഷ്യന്മാർക്ക് കിട്ടിയ വെളിപ്പാട് യേശു ദൈവത്തിന്റെ പുത്രനാണ്. നമുക്ക് അതിനകത്ത് ഒരു വാക്യം വായിച്ചിട്ട് നീങ്ങാം. ഈ യോഹന്നാന്റെ സുവിശേഷം 5:18 വായിച്ചു. അഞ്ചിന്റെ 18. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകും. അപ്പൊ ദൈവം പിതാവാണെന്നും താൻ ദൈവപുത്രനാണെന്നും പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം യഹൂദന്മാർക്ക് മനസ്സിലായി. നമ്മൾ ഈ 2000 കൊല്ലം കഴിഞ്ഞ് ഇപ്പറേ ഇരിക്കും, നമുക്ക് ഇത് പിടികിട്ടാത്ത. അപ്പൊ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ത്രിയേകത്വം പറയുന്നതിന്റെ കൂട്ടത്തിൽ മറ്റുള്ള ഉപദേശങ്ങളിൽ ഒന്ന് തൊടുകയാണ്. പറഞ്ഞു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കുരുള കുളഞ്ഞിക്കുമ്പിൽ എന്ന് പറയുന്ന അദ്ദേഹം ഈ വാക്യത്തെ ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ പറയുന്നു, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, സ്വന്തം പിതാവ് ഇന്ന് വരെ ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു വന്നു. അപ്പോൾ യേശുക്രിസ്തു എപ്പോഴെങ്കിലും ദൈവത്തോട് ആക്കിയെന്ന് അല്ലെങ്കിൽ സമനാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ യഹൂദന്മാർ ആരോപിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു സ്റ്റൈലിലാണ് പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞത്. കാരണം യഹൂദന്മാരുടെ ആരോപണമാണ് യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോ ആ യേശു പിതാവായ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തോട് സമനാക്കി എന്നുള്ളത് യഹൂദന്മാരുടെ ആരോപണമാണ്. അതെ, ഞാൻ ഒരിക്കലും ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയപ്പോ ഒരു ഉപദേശി പ്രസംഗിക്കുക. പ്രസംഗം മൂത്ത് വന്ന് ഈ കമ്പിവാചകങ്ങളിലുള്ള ദൂതുകളൊക്കെ അങ്ങ് മൂക്കുകയാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, അങ്ങനെ അവർ മല ഇറങ്ങുമ്പോൾ അവൻ പറഞ്ഞ വചനങ്ങൾ അവർക്ക് ഓർമ്മ വന്നു. സ്തോത്രം, നിങ്ങൾക്ക് മനസ്സിലായോ? ഇറങ്ങുമ്പോൾ ഓർമ്മ വന്നു. എന്തുകൊണ്ട് കയറിയപ്പോൾ ഓർമ്മ വന്നില്ല? നീ കയറി പോകുമ്പോ നിനക്ക് ഒരു ഓർമ്മയും കാണത്തില്ല, എന്നാൽ നിനക്കൊരിറക്കം വരും. ആ ഇറക്കം വരുമ്പോ നിനക്ക് പലതും ഓർമ്മ വരും. ഇങ്ങനെയൊക്കെ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് എന്റെ കുരുളാച്ച നമോ വാഗം എന്നുള്ളതല്ലാതെ മണ്ടത്തനത്തിന് കൈയും കാലും വെച്ച് നടക്കുന്നേ. അപ്പൊ അവിടെ അതിന്റെ അർത്ഥം യേശു ദൈവം തന്റെ പിതാവെന്ന് യേശു പറഞ്ഞപ്പം ആ പറഞ്ഞത് ഏത് സെൻസിലാണെന്ന് യഹൂദന്മാർക്ക് മനസ്സിലായി. അന്നത്തെ ഓഡിയൻസിന് മനസ്സിലായി, അവർക്ക് മനസ്സിലായത് എന്താണെന്ന് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം പിതാവ് എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോട് സമനാക്കുകയായിരുന്നു. അത് യഹൂദന്മാരെ അതുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു. അപ്പൊ ആ കാലഘട്ടത്തിൽ ആരും ഒരിക്കലും ദൈവത്തെ പിതാവാണ്, ഞങ്ങളുടെ പിതാവാണെന്ന് പറയാറില്ലേ? അല്ല, കാരണം വേറെ മനുഷ്യരാരും പറയാറില്ല എന്ന് ഞാൻ ചോദിച്ച. കാരണം യേശു പറഞ്ഞപ്പോൾ യേശുവിനെ ദൈവത്തോട് സമനാക്കിയെങ്കിൽ വേറെ ആളുകളും ദൈവം എന്റെ പിതാവാണെന്ന് പറഞ്ഞാൽ അതും സമത്വത്തിന് തുല്യമല്ല. അങ്ങനെ അല്ലായിരുന്നു. കാരണം യേശു ഒരു വാക്ക് ദൈവം എന്റെ പിതാവാകുന്നു അങ്ങനെ പറയല്ലായിരുന്നു, കണ്ടിന്യൂസ്ലി ടീച്ച് ചെയ്യായിരുന്നു. ഈ 3 വർഷമൊക്കെ ഈ 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിക്കുന്ന സമയം അറിയാമല്ലോ. 5 അപ്പം കൊണ്ട് ബാലന്റെ 5 അപ്പം എടുത്ത് വർദ്ധിപ്പിച്ചില്ലേ? അതിന് തൊട്ട് പുറകിൽ നോക്കണം, 3 ദിവസമായി ആ ജനം യേശുവിന്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ 3 ദിവസം തുടർച്ചയായിട്ട് പ്രസംഗിച്ച എന്തുവാ? ഈ മത്തായി സുവിശേഷം 5, 6, 7 3 അധ്യായങ്ങളിൽ അത്രേ ഉള്ളൂ. യേശുക്രിസ്തു തുടർച്ചയായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഇല്ല ബൈബിളിൽ. ഈ ബൈബിളെ എഴുതുവാണെങ്കിൽ തന്നെ ബൈബിൾ അറിയാം. ആ 3 ദിവസത്തെ പ്രസംഗം എന്ത് ഭയങ്കര. കാരണം ജനം ഒരു ക്ഷീണവും അറിയാതെ 3 ദിവസം അവന്റെ ലാവണ്യ വാക്കുകളിൽ മതിമറന്ന് കേട്ടോണ്ടിരുന്നു.
അത് ഒരു ഓഡിയൻസിനാണ് ലാവണ്യ വാക്കായിട്ട് തോന്നിയത്. അപ്പം ആ എഡ്ജിൽ വന്ന് എത്തി നോക്കുന്നവന്മാരുണ്ട്, അവന്മാർക്ക് അത് അത്ര ലാവണ്യമായിട്ട് തോന്നിയില്ല. അവരെ അത് കോപിപ്പിക്കുകയായിരുന്നു. അപ്പൊ അവര് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം അപ്പൊ യേശു എലാബറേറ്റ് ചെയ്ത് പറയുകയാണ് താനും പിതാവുമായിട്ടുള്ള ബന്ധം. ഇപ്പൊ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 ഈ 4 അധ്യായം വായിച്ചു കഴിയുമ്പം ഹോളി സ്പിരിറ്റും ഫാദറും സണ്ണും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം അവിടെ പറയുന്നുണ്ട്. പക്ഷെ അതും പരിമിതമായിട്ട് മാത്രമേ അവിടെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ എത്രയോ എലാബറേറ്റ് ഫോമിലായിരിക്കും ആ ജനത്തോട് യേശു കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് താങ്ങാൻ കഴിയത്തില്ല, അതുകൊണ്ട് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ ഞാൻ പറഞ്ഞൊക്കെ അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. അപ്പൊ അത്രമാത്രം പറഞ്ഞിട്ടുണ്ട്. ഇനി പൗലൂസ് അപ്പോസ്തലൻ 3 വർഷം എഫേസോസിൽ ഒരു വീട് വാടക എടുത്ത് താമസിച്ച് പഠിപ്പിച്ചു. 3 വർഷം. അതിനുശേഷം ആ എഫേസ്യ സഭയ്ക്ക് ഒരു കറക്ഷൻ ലെറ്റർ അയച്ചു. 3 വർഷം പഠിപ്പിച്ചു, കോച്ചിങ് കൊടുത്തിട്ട്. ആ ലെറ്ററാണ് നമ്മുടെ ഇരിക്കുന്ന എഫേസ്യ ലേഖനം. അത് വെച്ചുകൊണ്ട് പൗലൂസ് അവിടെ പഠിപ്പിച്ചു എന്നാന്ന് വല്ല ഊഹമുണ്ടോ? 3 വർഷം ഒരാൾ ക്ലാസ് എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞ് വേറൊരിടത്ത് നിന്ന് അവിടെ കറക്ഷൻ ലെറ്റർ അയച്ച സാധനം നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒറിജിനൽ കണ്ടന്റ് എന്താണെന്നറിയോ? ഇല്ല. ഞങ്ങൾ നിങ്ങൾക്ക് വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തരുന്നതിനെ മുറുകെ പിടിച്ചോൾവി. അപ്പൊ പൗലൂസിന്റെ ലേഖനം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ട്രിനിറ്റേറിയൻ ബ്ലെസ്സിങ് അതിനകത്ത് എഴുതി വെക്കണമെങ്കിൽ ആ ട്രിനിറ്റി എന്താണെന്നും ആ ട്രിനിറ്റിയുടെ പ്രാധാന്യം എന്താണെന്നും പൗലൂസ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ബെനഡിക്ഷൻ എഴുതുന്നത്. അല്ല അവർ സംശയിക്കും. അപ്പൊ ആ ടീച്ചിങ് ഓറൽ ട്രഡീഷനിൽ ചർച്ചിനകത്തുണ്ട്. അത് ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മള് ഇപ്പൊ ഒരു ഓർഡറിൽ ഒരാൾക്ക് ഇപ്പൊ മനസ്സിലാകാൻ വേണ്ടി, യേശുക്രിസ്തുവിന്റെ കാലം ജനനം മുതൽ മരണം വരെ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായിട്ട് അവർ അംഗീകരിക്കുക, അവർക്ക് അങ്ങനെ അത് മനസ്സിലാകുകയും ചെയ്തു. യേശുക്രിസ്തുവിന്റെ മരണശേഷം ഏകദേശം AD 30 കഴിഞ്ഞിട്ട് ഏകദേശം AD 325 സഭ എന്താണ് ഈ ദൈവം എന്നുള്ള വിഷയത്തിൽ പഠിപ്പിച്ചതെന്ന് വ്യക്തമായ രേഖകളൊന്നും പറയത്തക്കവണ്ണമില്ല. എന്നാൽ AD 325 ആയപ്പോൾ ഇവരൊരു സുനോദോസ് കൂടിയിട്ട് ഇവരൊരു ഉപദേശ ഐക്യം ഉണ്ടാക്കുക. ഇതാണ് നമ്മൾ ഇപ്പൊ ഇതുവരെ അല്ലല്ല AD 325 രേഖ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ തന്നെ ഓരോരുത്തരും രേഖകൾ ഇഷ്ടം പോലെയുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നത്തെ എഴുത്തുകളും കാര്യങ്ങളും എല്ലാം പലതുണ്ട്. അപ്പൊ അതിനകത്ത് ഓരോ പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന എന്താ ഒരു ദൈവത്തെ പറ്റിയുള്ള ഒരു കാര്യം ഒരാൾ എഴുതി, അല്ലെ ദൈവവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഒരാൾ എഴുതി. അങ്ങനെ ഓരോരോ വിഷയങ്ങളാണ് അവർ പറയുന്നത്. മൊത്തത്തിലുള്ള ഒരു ഉപദേശം അല്ല. അപ്പൊ അന്നേരത്തേന് നമ്മൾ ദൈവത്തെയും പുത്രനെയും അന്ന് ട്രിനിറ്റി ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ കൺക്ലൂഷനിലെത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു സബ്ജക്ട് ഒരാൾ പ്രസംഗിക്കുകയാണ്, അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ തന്നെ നമ്മുടെ മോഡേൺ തിയോളജിക്കകത്ത് നമുക്ക് തിയോളജി ഉണ്ട്, ബിബ്ലിയോളജി ഉണ്ട്, ഏഞ്ചലോളജി ഉണ്ട്, എസ്കറ്റോളജി ഉണ്ട്, എക്ലീഷിയോളജി ഉണ്ട്, ഹമാസിയോളജി ഉണ്ട്, സോറ്റീരിയോളജി ഉണ്ട്, ഇങ്ങനെ ഓളജികളുണ്ട്. അപ്പൊ അതിൽ ഒരു ബ്രാഞ്ചിൽ ഒരു കാര്യം പറയുന്ന ഒരാൾ അന്നേരം മറ്റേ ബ്രാഞ്ച് പറഞ്ഞില്ലെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബ്രാഞ്ച് ഇല്ലെന്ന് കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് പറഞ്ഞാലും ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന. കാരണം യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ പറഞ്ഞത് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പറ്റിയാ. അത് വളരെ വ്യക്തമാണ്. ഇവിടെ സാം ജോർജ് കൊട്ടാരക്കര ചോദിക്കുന്നു, ലിനു ആരോ ശിവവാസ്, അവൻ യേശുനാമക്കാരനോ ക്രിസ്ത്യാനിയോ? അല്ല, അത് നമുക്കിപ്പം തീരുമാനിക്കാൻ പറ്റത്തില്ല. അല്ല, ഈ സാം ജോർജ് കൊട്ടാരക്കരോട് പറയുന്നത് ഇതൊരു പ്രോഗ്രാം ആണെന്ന് അറിയണം. ഞാനിപ്പോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ എന്നെ മറുപടി, ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം. അല്ല, നമ്മൾ അത് വിടാം. കാരണം നമ്മളെ അതിപ്പോ ഈ സാം ജോർജിന് മറുപടി പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിച്ചു. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുറെ പേരാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ അതിനകത്ത് ഒന്നുകൂടി ചോദിക്കാം. അപ്പം ഈ യേശുക്രിസ്തു നമ്മളെ ബൈബിള്, നമ്മുടെ ഇരിക്കുന്ന ബൈബിള് നമ്മൾ വായിക്കുമ്പോ പഴയ നിയമത്തിൽ ഒരു യഹോവയെ കാണാം, പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മലയാളം ബൈബിളിൽ യഹോവ എന്നൊരു പദം പോലും കാണുന്നില്ല. പക്ഷെ പഴയ നിയമത്തിൽ യഹോവ എന്നാണ് ദൈവത്തെ പറയുന്നത്. യഹോവയ ദൈവം, യഹോവന്റെ ഇടയനാവും. നമ്മൾ എവിടെ നോക്കിയാലും യഹോവയായിട്ടാണ് വെളിപ്പെടുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ യഹോവ എന്ന പദമില്ല. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ? അതിനെ കുറിച്ച് അറിയാം.
പഴയ നിയമത്തിലെ യഹോവ ഈ നമ്മൾ POC ബൈബിൾ തുറന്നു നോക്കാം, അതിനകത്ത് യഹോവ ഇല്ല. POC ബൈബിളിലില്ലേ? ഇല്ല, POC ബൈബിൾ ആ പുള്ളി ഇല്ല, അവിടെ ഇല്ല. അപ്പൊ ഈ ബൈബിൾ യഹോവ കയ്യിലുണ്ടെങ്കിൽ POC ബൈബിൾ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല, POC ബൈബിൾ യഹോവ ഇല്ല. കാരണം യഹോവ എന്ന് പറഞ്ഞാൽ അത് പിന്നെ ലോഡ് എന്ന തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ്, അത് കർത്താവ് എന്നാണ് മലയാളത്തിൽ. അതുകൊണ്ട് യഹോവൻ നമ്മുടെ സത്യവേദോസ്യത്തിൽ കാണുന്ന ഭാഗത്തെല്ലാം കർത്താവ് എന്നാണ് POC കാണുന്നത്. അപ്പൊ യഹോവ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന പദമാണ് POC കാണുന്നത്. അതെ, 23 സങ്കീർത്തനം POC വെച്ചാൽ കർത്താവ് എന്റെ ഇടയനാകും. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ വായിച്ചു POC ബൈബിളാ വായിക്കുന്നെങ്കിൽ വായിച്ചു വരുമ്പം പഴയ നിയമത്തിൽ നമ്മൾ കർത്താവിനെ കാണുന്നു, പുതിയ നിയമത്തിൽ വരുമ്പം യേശു കർത്താവ് എന്ന് ഏറ്റു പറയുന്നത് രക്ഷിക്കപ്പെടും. അപ്പം അങ്ങനെ വരുമ്പോ വളരെ സിമ്പിളാണ്. കർത്താവ് ഇവിടെ ഉണ്ട്, പുതിയ നിയമത്തിലുണ്ട്. അതല്ലാതെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, കാരണം ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം കർത്താവ് എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കും, ഇംഗ്ലീഷിലാണെങ്കിൽ എന്തായിരിക്കും പറയുക? ലോഡ്. ആ ലോഡിന് വ്യത്യാസമുണ്ടോ? വലിയ അക്ഷരമോ ചെറിയ അക്ഷരമോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചെറിയ അക്ഷരത്തിൽ വലിയ അക്ഷരത്തിൽ ലോഡെന്ന് എഴുതാറുണ്ട്. ഈ ചെറിയ അക്ഷരം ലോഡെന്ന് എഴുതുന്ന എന്തോത്തിന് ഉപയോഗിക്കുന്നു? അതും കർത്താവെന്നല്ലേ? മലയാളം വരുമ്പോ രണ്ടും കർത്താവെന്നല്ലേ? അതെ, യജമാനൻ എന്നുള്ള അർത്ഥത്തിൽ ലോഡെന്ന് എഴുതും, ചെറിയ അക്ഷരം എഴുതും. അപ്പൊ മറ്റേ ലോഡോ? അത് ദൈവം എന്നുള്ള. കാരണം ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, ഈ അപ്പോസ്തലന്മാർ എന്നുള്ള അപ്പോസ്റ്റൽസ് ക്യാപിറ്റൽ ആണെങ്കിൽ യേശുവിന്റെ അപ്പോസ്തലന്മാർ 12 പേരാണ്. ലോഡ് എന്നുള്ളതിനകത്ത് ഫുൾ ചെറിയ അക്ഷരമാണെന്ന് വിചാരിച്ചോ, ഫുൾ ചെറിയ അക്ഷരമുള്ള ലോഡുണ്ട്, എല്ല് മാത്രം വലിയ അക്ഷരമായിട്ട് ബാക്കി ചെറിയ അക്ഷരമായ ലോഡുണ്ട്, ഫുൾ വലിയ അക്ഷരത്തിലുള്ള ലോഡുണ്ട്. ഇത് നമ്മൾ ഇത്രയും ബോർഡല്ലോ. നമുക്കിപ്പോ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ഹൗസ് ആ ഒരു വിഷയത്തെ പിടിക്കാറുണ്ട്, അതുകൊണ്ടാണ് എന്റെ ബാക്കിലോട്ട് ഒന്ന് പോകാൻ ശ്രമിച്ചത്. ഇംഗ്ലണ്ടിൽ ലോർഡ്സ് ഹൗസ് ഉണ്ട്. ലോർഡ്സ് ഹൗസ് പറയുന്നതിനെ കുറിച്ച് തങ്ങളുടെ ഉപദേശം കൂടെ ഒന്ന് തൊട്ടു പോകാന്ന് വിചാരിച്ചാ സംസാരിക്കും. ഇംഗ്ലണ്ടിൽ പ്രഭുസഭയുണ്ട്, ലോർഡ്സ് ഹൗസ് എന്ന് പറയും. ലോർഡ് മൗണ്ട് ബാറ്റിംഗ്ടൺ, ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭു എന്നല്ലേ നമ്മുടെ മലയാളത്തിൽ പറയുന്നത്. അപ്പം ലോർഡ് ഉണ്ടല്ലോ ഇംഗ്ലണ്ടില്, അവരെല്ലാം ദൈവമാണ്. ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുസ്ഥാനമാണ്, പ്രഭു എന്നുള്ള കർത്താവ്, പ്രഭു, യജമാനൻ, അങ്ങനെയുള്ള എല്ലാ അർത്ഥം. അതൊരു വേർഡ് പ്ലേ ആണ്. നമ്മളതിന്റെ ആ റൂട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം അവിടെ. അപ്പൊ അതൊക്കെ ഈ ഗുരുകളെ പോലുള്ള ഏതാ അതിന്റെ ബാക്കിലോട്ട് പോകുമ്പോ അവർ അതിന് വേറെ വ്യാഖ്യാനം എടുക്കുന്നത്. അപ്പൊ ഈ ലോഡ് വലിയ അക്ഷരം ലോഡ്, ചെറിയ അക്ഷരം ലോഡ്. അപ്പൊ പിന്നെ വീണ്ടും ആ ലോഡിനെ ഏത് വാക്കിൽ നിന്നാണ് ലോഡ് എന്നുള്ള പദം വന്നത്? അങ്ങനെ ബാക്കിലോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ പിതാവിനെ പറയുന്നതല്ല പുത്രന് പറയുന്നത് എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലില്ല. അഡോണായി എന്നുള്ളതാണ്. അഡോണായി രണ്ടുപേർക്കും പറയുന്നത്. അഡോണായി എന്നുള്ളതാണ് ഈ ലോഡ് എന്ന് വന്നിരിക്കുന്നത്. അത് ഗ്രീക്ക് വന്നപ്പോ പക്ഷെ അഡോണായിക്ക് മുമ്പ് പിതാവിനെ എന്താ പറയുന്നത്? അഡോണായി എന്ന് മാത്രമാണ്. കുറിയോസ് എന്നാണ് ഗ്രീക്കിൽ വന്നത് ലോഡ്. കുറിയോസ്. കുറിയോസ് എന്ന് പറയുമ്പോഴും ഇപ്പം യേശുവിനെ അഡോണായി എന്ന് പറയുന്നു, പിതാവിനെ അഡോണായി എന്ന് പറയുന്നു. പക്ഷേ ഈ YHWH എന്ന് പറയുന്നത് അതിനകത്ത് YHWH ടെട്രാഗ്രാമാറ്റോൺ ആണ് പറയുന്നത്. ടെട്രാഗ്രാമാറ്റോൺ ഈ 4 അക്ഷരത്തിന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ ഹെബ്രായ ഭാഷ പദദാരിദ്ര്യമുള്ള ഒരു ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ ഹെബ്രായ ഭാഷയുടെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ വാക്കുകളില്ല, വളരെ വാക്കുകൾ കുറവാണ്. ഉള്ള വാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പഴയ നിയമ ഹെബ്രായ ഭാഷ ഹെബ്രായ പഴയ നിയമത്തെ 8000 വാക്കുകൾ ടോട്ടൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഞാൻ എന്നെ നോക്കിയിട്ടില്ല, അങ്ങനെ ആളുകൾ പറയുന്നു. അപ്പം അത്രയും ലിമിറ്റഡ് വാക്ക് വെച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പല കാര്യങ്ങൾക്കും ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സന്ദർഭാനുസരണം എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. അപ്പൊ അവിടെ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇവര് അന്നേരം പറയുന്നത് എന്താന്ന് ചോദിച്ചാല് ഈ എബ്രായ ഭാഷയിൽ നിന്ന് പിന്നെ അതിൽ ഗ്രീക്കിലേക്ക് വന്നപ്പോഴാണ് ഈ രണ്ടുപേർക്കും അഡോണ എന്നുള്ള പദം ഉപയോഗിച്ച പിന്നെ അത് ലോഡായത്. അപ്പോൾ തന്നെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അതിനകത്ത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പഴയ ഈ ആദിമ സഭയിലെ
പിതാക്കന്മാർ, ഞാനിപ്പോ അവരുടെയൊക്കെ കത്തുകളും ലേഖനങ്ങളും ഒക്കെ ധാരാളം വായിച്ചിട്ടുണ്ട്. അപ്പം വായിച്ചിട്ട് എന്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് അന്നത്തെ ഫിലോസഫേഴ്സ്, ഈ അല്ലെങ്കിൽ അന്നത്തെ ഡിബേറ്റ്സ്, അതൊക്കെ നമുക്ക് പലതും വായിക്കാൻ കിട്ടും. ഇതെല്ലാം വായിക്കുമ്പോൾ ഇന്നത്തെ ആളുകളെക്കാളും ബുദ്ധിശക്തിയുള്ള ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ എഴുത്തുകളൊക്കെ വായിച്ചിട്ട് ഇന്നത്തെ ആളുകളെക്കാളും വളരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു. ഇപ്പം ജസ്റ്റിൻ മാർട്ടിനും ടൈഫോയും തമ്മിലുള്ള സംവാദം അതൊക്കെ വായിക്കണം. നമ്മുടെ ആളുകളെക്കാളും അത്രയും ബുദ്ധി നിലവാരമുള്ള ആളുകൾ, ഭാഷാപരിചയമുള്ള ആളുകൾ, ഈ നമ്മുടെ ജെറോമൊക്കെ എബ്രായ ഭാഷ അറിയാമായിരുന്നിട്ടും ബൈബിൾ തർജ്ജമ ചെയ്യാൻ വേണ്ടി യെരുശലേമിൽ പോയി താമസിച്ച് പിന്നെ എബ്രായ ഭാഷ പോളിഷ് ചെയ്ത് വരുത്തി, അദ്ദേഹത്തിന്റെ ആ ഭാഷയുടെ ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടി പിന്നെയും പഠിച്ചു. അങ്ങനെയൊക്കെ അന്നത്തെ ആളുകൾക്ക് ഈ ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അന്ന് അവർ ഈ ഉപദേശം രൂപപ്പെടുത്തിയപ്പോൾ ഭാഷയും ദൈവശാസ്ത്രവും പാരമ്പര്യവും ചരിത്രവും എല്ലാം അറിയാവുന്ന ആളുകളല്ല, മണ്ടന്മാരല്ല. റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഓഡിയൻസിന്റെ ഇടയിൽ ഇരിക്കുക, അയാൾ സ്റ്റേജിലൊന്നും അല്ല ഇരിക്കുന്നു, ഓഡിയൻസിന്റെ ഇടയിൽ ഇരിക്കുക. അന്ത്യോക്യയുടെ പാത്രീർക്കീസാണ് അധ്യക്ഷ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നിക്കാ സുന്നോദോസ് നടക്കുന്നത്. ആ നിക്കാ സുന്നോദോസ് ഉപദേശം രൂപപ്പെടുമ്പോൾ എല്ലാത്തരം വാദങ്ങളും ഉന്നയിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട്. എല്ലാവരും അവരുടെ വാദങ്ങൾ ഉന്നയിച്ചു. അന്ന് അറിയൂസിന്റെ പക്ഷത്ത് നിന്ന് അറിയൂസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശരിയായ വിധത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് ഈ ഉപദേശം രൂപപ്പെട്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഈ ഞൊടുക്ക് കാര്യങ്ങൾ, അവിടെ ലോഡ് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഒക്കെ സംശയങ്ങൾ അവർക്ക് അറിയത്തില്ലായിരുന്നാണ് പറയുന്നത്. കാരണം അല്ല, ഞാൻ അതിനെ കുറെ ഇവരെ എന്താ പറയുക, നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ സംസാരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ കുറെ പുസ്തകം എന്താ പറയുന്നത്, എഴുത്തുകളും കാര്യങ്ങളും ഒക്കെ വായിച്ചതനുസരിച്ചും അവർ പഠിപ്പിക്കുന്നതനുസരിച്ചും എന്താ പറയുന്നത്, ഇവർ പറയുന്നത് ദൈവത്തിന്, അതായത് പിതാവായ ദൈവത്തിന് പറയുന്ന ആ പദമല്ല യേശുവിന് പറയുന്നത്. മലയാളത്തിൽ വന്നപ്പോ രണ്ടും കർത്താവെന്ന് പറയും, ഇംഗ്ലീഷ് വന്നപ്പോ തന്നെ ചെറിയ വ്യത്യാസം രണ്ടുപേരെയും തമ്മിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരെ ഒരു കാര്യം ചെയ്യട്ടെ, മറ്റേ പിതാവിന് ഖർത്താവ് എന്ന് പറയട്ടെ. ചില പ്രവാചകന്മാർ പറയുന്നല്ലേ ഖർത്താവ് ഇന്ന് രാത്രി സംസാരിക്കുന്നില്ല. ശരിക്കും ഈ പഴയ നിയമത്തിൽ യഹോവയെന്നാണോ പേര്? പഴയ നിയമത്തിൽ ടെട്രാഗ്രാമാറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉച്ചരിക്കത്തില്ലായിരുന്നല്ലോ. നിന്റെ ദൈവമായ യഹോവയുടെ നാമം അല്ല നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം മറ്റേ ബൈബിളാണ്. അത് വൃഥ എടുക്കരുത് എന്നൊരു കൽപ്പന ഉള്ളതുകൊണ്ട് അവരങ്ങനെ നാമം വൃഥ എടുക്കത്തില്ല. ശരിക്കും മോശയോട് ദൈവം ഇടപെടുന്നല്ലോ, ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവമാണല്ലോ മോശയോട് ആദ്യമേ പേര് പറയുന്നത്. നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, എന്റെ പേര് യഹോവയാണ്, അത് എന്നേക്കും നിങ്ങളുടെ ഇടയിലുള്ള ജ്ഞാപകമാകുന്നു എന്നൊക്കെ പറയും നിത്യമായി. അപ്പൊ അത് യഥാർത്ഥത്തിൽ അന്ന് പറഞ്ഞത് യഹോവയെന്നാണോ? ശരിക്കും എന്തായിരിക്കും പറഞ്ഞത്? അതിനെ കുറിച്ച് ഒരു വല്ല ആ കാര്യത്തെ കുറിച്ച് എന്താണ് മോശയോട് ദൈവം അന്ന് ഇടപെട്ടത്? ഏത് വാക്കായിരിക്കാം? അതിനെ കുറിച്ച് ഒന്നാമത് ഈ നമ്മുടെ ഇടയിൽ ഈ നാമം എന്ന വിഷയം വലിയൊരു ഈ ഒനോമ ഇത് വലിയൊരു തർക്ക വിഷയമാണ്. ഇപ്പൊ അതുകൊണ്ടാണ് ഇവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം എന്നൊക്കെ ഈ പറയുന്നത്. അപ്പൊ ഈ നാമം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ഹലോ ഹലോ ഒന്ന് സ്റ്റക്കായി പോയി. ഒരു കോള് വന്ന് ഓക്കെ. അപ്പം ഈ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം ഇപ്പൊ ബിജുക്കുട്ടൻ, ശശിമോൻ എന്നൊക്കെ പറയുന്ന ഒരു പേരെന്നുള്ളതാണ്. അപ്പൊ ഇത് പേരിനാണല്ലോ സാധാരണ. അതെ, അത് നമ്മുടെ ഒന്നും പേരുകൾക്ക് അങ്ങനെ വലിയ പ്രസക്തിയില്ല. എന്തോ അധികാരം, ഇപ്പൊ ഷിബു എന്നൊക്കെ പറഞ്ഞ എന്തോ അധികാരം ഇരിക്കുന്നു. ലിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അപ്പുറം ലിനുവിന്റെ ഭാര്യ എന്ന് അപ്പുറം മാടക്കട പറഞ്ഞ 1 കിലോ പൂവമ്പഴം ചിലപ്പോ കിട്ടും മാക്സിമം. അത്രേ ഉള്ള അത് തന്നെ ചിലപ്പോ പറ്റ് കൂടുതലാണ് അയാൾ പറയും പോയി പണി നോക്കാൻ പറയും. അപ്പൊ അതാണ് നമ്മുടെയൊക്കെ നാമത്തിന്റെ പവർ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവറാണ്. എന്റെ നാമത്തിൽ ഒരു ശിശുവിനെ കൈക്കൊള്ളുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ കൊച്ചിനെ എടുക്കണമെന്നോ? അപ്പൊ എന്റെ നാമത്തിൽ ഞാൻ ആ അധികാരത്തിലാണ്. അവനെ പ്രതി എന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ കൊടുക്കണോ? അങ്ങനെ കൊടുക്കണോ? അപ്പൊ നമ്മൾ ആ നാമം എന്ന് പറയുമ്പം
അതിനകത്ത് അത്രയുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. നമ്മളല്ലാതെ അതിനകത്ത് ഈ പേരാണ്, എന്തായിരിക്കും ആ പേര്, അത് കണ്ടുപിടിക്കുക. ഒരു സീക്രട്ട് നെയിം ഉണ്ട്, നമുക്ക് അതിങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് വെളിപ്പാട് പുസ്തകം 3:12 വായിച്ചു. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്റെ നഗരത്തിന്റെ നാമവും, ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേലെ എഴുതും. അപ്പൊ യേശുക്രിസ്തു പേര് മാറ്റും. നീ യേശുനാമക്കാര് കിടന്ന് കണ്ടാലും ചാടണ്ട, ഈ പേര് മാറ്റും. നിങ്ങൾ എന്നെ ചിരിക്കുന്നേ? അപ്പൊ യേശു എന്ന പേര് മാറും. യേശു എന്ന പേര് മാറും കംപ്ലീറ്റ്, ടോട്ടലി. കാരണം അത് എന്തിനാ മാറ്റുന്നറിയോ? ഒരു വാക്യമുണ്ട്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതെല്ലാം ഉത്തരം നൽകപ്പെടുമെന്നും. അപ്പം ഈ എറ്റേണിറ്റിയിൽ വന്നു കഴിയുമ്പോൾ ഈ ആളുകൾ ഒത്തിരി പേര് ദരിദ്രരായിട്ട് വെളിപ്പെടും. അതായത് നമ്മുടെ ഇപ്പോഴത്തെ അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ അകത്തെ മനുഷ്യൻ ശക്തിയോടെ വെളിപ്പെടുന്നതിന്റെ പേരാണ് ഈ എറ്റേണിറ്റി വരുന്നത്. ഇപ്പൊ അകത്തെ മനുഷ്യന് 3 കാര്യങ്ങളുണ്ട്. പുറത്തെ മനുഷ്യനെ പോലെ തന്നെ അകത്തെ മനുഷ്യന് 3 കാര്യങ്ങളുണ്ട്. 1 സൗന്ദര്യം, 2 ആരോഗ്യം, 3 സമ്പത്ത്. അപ്പൊ നമുക്ക് പുറത്തെ മനുഷ്യന് സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും ഉണ്ട്. അതുപോലെ അകത്തെ മനുഷ്യനും സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ട്. അപ്പൊ അകത്തെ മനുഷ്യന് ഒരു ബലമുണ്ട്, ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്. പിന്നെ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ കള്ളം കൊണ്ടുപോവുകയോ തുരുമ്പ് പിടിക്കുകയോ പുഴു പിടിക്കുകയോ എന്ന് ചെയ്യുന്ന ഈ ഭൂമിയിലല്ല, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീ. അപ്പം ദൈവവിഷയമായി സമ്പന്നമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തെ മനുഷ്യന് ഒരു സമ്പത്തുണ്ട്. ഇനി അകത്തെ മനുഷ്യന് സൗന്ദര്യം ഉണ്ടെന്ന് പത്രോസാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ അലങ്കാരം പൊന്നണിയുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ദൈവത്തിന്റെ ഗൂഢമനുഷ്യൻ, അത് ദൈവസന്നിധി വിലയേറിയതല്ലോ. അപ്പൊ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ടെന്നും ആ അകത്തെ മനുഷ്യന് സൗന്ദര്യം ഉണ്ടെന്നും പത്രോസ് പറയുന്നു. അപ്പൊ പൗലൂസ് പറയുന്നു അകത്തെ മനുഷ്യന് ശക്തിയുണ്ട്, അകത്തെ മനുഷ്യന് ആരോഗ്യമുണ്ട്, അകത്തെ മനുഷ്യന്റെ ആരോഗ്യം. യേശുക്രിസ്തു പറയുന്നു അകത്തെ മനുഷ്യന്റെ സമ്പത്ത്. പത്രോസ് പറയുന്നു അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം. പറയുന്ന പിടികിട്ടുന്നുണ്ടോ? അപ്പൊ അകത്തൊരു മനുഷ്യനിരിപ്പുണ്ട്, എല്ലാ മനുഷ്യന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. അപ്പൊ പുറത്തെ സൗന്ദര്യം ആയിരിക്കത്തില്ല, അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം. പുറത്തെ മനുഷ്യന്റെ ആരോഗ്യം ആയിരിക്കത്തില്ല, അകത്തെ മനുഷ്യന്റെ ആരോഗ്യം. ഇങ്ങനെ പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു, പൗലൂസ് പറയാണ്. പക്ഷേ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടും. അപ്പൊ പുറത്തെയുള്ള മനുഷ്യൻ ദരിദ്രനാണ്, പക്ഷെ അകത്തെ മനുഷ്യൻ സമ്പന്നനാണ്. അപ്പൊ അങ്ങനെ സമ്പന്നനാണ്. അതാ പറഞ്ഞ വിനയം മാനം പതിഭക്തി എൻ പ്രിയ തന്നൂടെ മൂടുപടം. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറമേ കാണുന്ന സൗന്ദര്യം അല്ല അകത്തെ മനുഷ്യന്റെ. ഇപ്പൊ ലോകസുന്ദരി എന്ന് പറയുന്ന ആള് അകത്ത് ചിലപ്പം ഒരു മാക്കാച്ചിത്തവളെക്കാളും വൃത്തികെട്ട ഒരാളായിരിക്കും. എന്നാൽ നമ്മൾ പുറത്തിപ്പോ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്ന വിധത്തിൽ വിരൂപയായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയുടെ അകത്തിരിക്കുന്ന വ്യക്തി ഭയങ്കര സുന്ദരിയായിരിക്കും. പക്ഷെ കർത്താവിന്റെ വരവെങ്കിൽ ഈ എല്ലാവരുടെയും അകത്തെ മനുഷ്യനാണ് പുറത്ത് വെളിപ്പെടാൻ പോണത്. ഈ ശരീരം അങ്ങോട്ട് മാറിയിട്ട് അകത്തെ മനുഷ്യൻ, നമ്മൾ ഇത്ര നാൾ പണിതത് എന്താണോ അത് വെളിപ്പെടും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ രൂപത്തിൽ എനിക്ക് സംതൃപ്തിയില്ല, കാരണം ഇത് എന്റെ കൺട്രോളിൽ പെട്ടതല്ല.
ലിനുവിന്റെ രൂപത്തിൽ ലിനുവിന് സംതൃപ്തി, ലിനുവിന്റെ കൺട്രോളിൽ പെട്ടതല്ല. പക്ഷെ കമ്മിങ് വേൾഡിൽ നീ എങ്ങനെ വെളിപ്പെടണമെന്ന് നിന്റെ കൺട്രോളിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ കമ്മിങ് വേൾഡിലെ നിന്നെ ഡിസൈൻ ചെയ്യാൻ നിനക്ക് കിട്ടിയിരിക്കുന്ന അവസരത്തിന്റെ പേരാണ് ഈ ലോക ജീവിതം. അപ്പൊ ഇപ്പൊ ഞാൻ സമ്പന്നനല്ല, ഞാൻ ദരിദ്രനാണ്, എനിക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട്, അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അടുത്ത ലോകത്തിൽ ആ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിക്കാൻ നിനക്ക് പറ്റും. ഞാൻ പറയുന്നത് പിടി കിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പലരും മനസ്സിലാകും. ഈ പറയുന്ന വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കും എന്ന് പറയുന്ന പോലെ വിശ്വാസത്തിൽ ബലഹീനതകളും ആരോഗ്യവും, ഈ ആരോഗ്യം എന്നൊക്കെ പറയുമ്പോ ആരോഗ്യം എന്ന് പറയുമ്പോ അപ്പം വിശ്വാസത്തിൽ തന്നെ ആരോഗ്യം കൂടുതലുള്ളവരും കുറവുള്ളവരും ഉണ്ട്. ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 6-17 വാക്യം. തിമോത്തിയോസിന്റെ ലേഖനം ഒന്നും കാണുന്നില്ല. 17 ഇല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. കണ്ടോ? അപ്പം കാലത്തിലേക്ക് ധനവാന്മാരോട് ആജ്ഞാപിക്കാനാണ് പറയുന്നത്, അല്ല ധനവാന്മാരോട് അപേക്ഷിക്കാനല്ല. അപ്പൊ ധനവാന്മാരോട് പറയണം, നിനക്ക് വരും കാലത്തേക്ക് നീ എന്ത് ചെയ്യണം? നല്ലൊരു നിക്ഷേപ അടിസ്ഥാനമാക്കിക്കോണം. ഇപ്പം അതിനെന്ത് ചെയ്യണം? നന്മ ചെയ്യുക, സൽപ്രവർത്തികളിൽ സമ്പന്നരാകുക, ദാനശീലരാകുക, ഔദാര്യമുള്ളവരാകുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണേ മതി. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ കോടീശ്വരനായിട്ടിരിക്കുന്നവൻ പിന്നെ കമ്മിങ് വേൾഡിൽ ഒരു നിലക്കടല കച്ചവടക്കാരന്റെ സ്റ്റാൻഡേർഡ് നിൽക്കും. കടലയായി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. ഇപ്പൊ നിങ്ങൾ ചിരിക്കുന്നുണ്ടായിരിക്കും. വരാൻ പോകുന്ന ഒരു വെള്ള ഹോളിൽ വെള്ള തുണിയിട്ട് വെള്ള തമ്പേറിൽ വെള്ള കോല് വെച്ച് കൊട്ടുന്ന ഒരു പരിപാടിയല്ല, ഒരു വേൾഡ് ആണ് വരാൻ പോണത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കാണുന്ന ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇതിനേക്കാൾ ശക്തിയോടെയും മിഴിവോടെയും തെളിവോടെയും പ്രബലത്തോടെ വരുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അല്ലാതെ അവിടെ ഫുൾ ടൈം ഇരുന്ന് ഹല്ലേലൂയ ഗ്ലോറി എന്ന് പറഞ്ഞ് വെളുത്ത കുരുത്തോല വീശിക്കൊണ്ടിരിക്കുകയല്ല. ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. റിയൽ വേൾഡ് ആണ് വരുന്നത്. അവിടെ പണത്തിന് ആവശ്യമുണ്ട്. അപ്പൊ യേശുക്രിസ്തു കളിപ്പിക്കാതെ ഞാൻ നിങ്ങൾക്ക് 100 മടങ്ങ് പ്രതിഫലം എന്ന് പറഞ്ഞാൽ എത്ര % ഇൻട്രസ്റ്റ് ആണെന്ന് ലിനുവിന് അറിയോ? മാത്തമാറ്റിക്സ് അറിയോ? കൂടുതലായിട്ട് അറിയത്തില്ല. ഒരു മടങ്ങെന്ന് പറഞ്ഞാൽ 100%. ഒരു മടങ്ങെന്ന് പറഞ്ഞാൽ 100% എന്ന് പറഞ്ഞാൽ 100 രൂപ ഇട്ടാൽ 100 രൂപ പലിശ. അതിനെ ഒരു മടങ്ങ് പലിശ എന്ന് പറഞ്ഞാൽ 100%. 100 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10,000%. ലോകത്ത് ഏതെങ്കിലും ബാങ്ക് കൊടുക്കുവോ? കർത്താവായ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന പലിശ നിരക്ക് 10,000% എന്ന് പറഞ്ഞാൽ നീ കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും കൊടുത്താൽ യു വിൽ ഗെറ്റ് എ ഇൻട്രസ്റ്റ് 10,000% ഇൻട്രസ്റ്റ് കൊടുക്കുക. അത് ഈ TV പറയുന്ന കള്ള ഉപദേശക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10,000% പോയിട്ട് 0% പോലും കിട്ടത്തുമില്ല. നല്ല ചുട്ട അടിയും കിട്ടും. കാരണം അമേരിക്കയിൽ ഒരു കള്ളനുണ്ട്, ജോൺ ഹാഗി എന്ന് പറഞ്ഞ്. അയാള് ഇവിടെ ബ്ലഡ് മൂൺ വരുന്നു, അത് വരുന്നു, തേങ്ങ വരുന്നു, മാങ്ങ വരുന്നു പറഞ്ഞ് 30 ലക്ഷം കോപ്പി പുസ്തകം വിറ്റു. 30 ലക്ഷം അല്ലെ, 30 മില്യൺ. 30 മില്യൺ പറഞ്ഞാൽ 3 കോടി പ്രതി വിറ്റു. 3 കോടി കോപ്പി 20 രൂപയ്ക്ക് 1999 $20 വെച്ച് 3 കോടി പുസ്തകം വിറ്റു. എന്നിട്ട് ബ്ലഡ് മൂൺ വന്ന് ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ ഒരു അപ്പോളജി നോട്ട് പോലും പറഞ്ഞിട്ടില്ല. 3 കോടി ആളുകളുടെ കാശ് കൊള്ളു. ഇപ്പൊ അയാൾ പുതിയ പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് പിന്നെ കണ്ടിട്ട് മലയാളികൾ അടക്കമുള്ള വിഡ്ഢികൾ പിന്നെ അയാൾക്ക് കാശ് കൊടുക്കുന്നു. അയാൾ മാത്രമല്ല, അയാളെ പോലെ നമുക്ക് മലയാളത്തിൽ തോമസ് മാമൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. അയാൾ ബ്ലഡ് മൂന്നാണ്, തേങ്ങാക്കൊലയാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന അയാളുടെ പ്രസംഗം വിഡ്ഢികളായ മലയാളി പെന്തക്കോസ്തുകാർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ബോഷ്കാണ്.
അപ്പൊ ഇങ്ങനെ പൈസ കൊള്ളയടിക്കുന്ന ആളുകളുണ്ട്, തട്ടിപ്പുകാരുണ്ട്, വഞ്ചകന്മാരുണ്ട്, അബദ്ധം പറയുന്നവരുണ്ട്. അവർക്കൊന്നും കൊണ്ട് കാശ് കൊടുത്തിട്ട് അതെല്ലാം കർത്താവിനോ കൊടുത്തെന്ന് വിചാരിച്ച് നിങ്ങളാരും ഇരിക്കരുത്. നിങ്ങളെക്കാൾ എളിയവന് കൊടുക്കുന്നത് മാത്രമേ കർത്താവ് കൗണ്ട് ചെയ്യത്തുള്ളൂ. നിങ്ങളെക്കാൾ വലിയവന് കൊടുക്കുന്ന ഒരു പൈസയും കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതത്തില്ല, എഴുതത്തില്ല, എഴുതത്തില്ല. എളിയവരിൽ ഒരുവന് കൊടുക്കുന്നതൊക്കെയും എനിക്ക് ചെയ്തിരിക്കുന്നു. ഓർക്കുക, കർത്താവിന് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ എളിയവർക്ക് കൊണ്ട് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ വിഷയം മാറിപ്പോയതാ. അപ്പൊ ഇത് ഈ വരും കാലത്ത് നമുക്ക് വരാനിരിക്കുന്ന ലോകം, എ വേൾഡ് ഈസ് കമ്മിങ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, എ വേൾഡ് ഈസ് കമ്മിങ്. ആ വേൾഡില് നിങ്ങൾക്ക് സമ്പത്ത് വേണോ? ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് എന്ത് ചെയ്യും? ആരോഗ്യം വേണോ? ആ ആരോഗ്യം ഇപ്പൊ നിങ്ങൾ ജിമ്മിൽ പോയി ഈ നശിച്ചു പോകുന്ന ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ വരുന്ന ലോകത്തിലുള്ള ആ ജീവിതത്തിലുള്ള ആരോഗ്യം ഇപ്പോൾ സമ്പാദിക്കണം. വരുന്ന ലോകത്തിലുള്ള ഇതിലെ ആരോഗ്യം ഇപ്പൊ സമ്പാദിക്കണം. എങ്ങനെയാ? ഉള്ള കാര്യം ഉള്ള പോലെ പറയണം, അല്ലാതെ പേടിക്കരുത്. രണ്ട് പെന്തക്കോസുകാർ അവിടെ നിന്ന് അതും ഇതും പറയുന്നല്ലേ, ഫേസ്ബുക്കിൽ രണ്ടുപേരും ചീത്ത വിളിച്ചാണ്ട് നീ പേടിക്കരുത്. പേടിച്ചു കഴിഞ്ഞാൽ നിന്റെ അകത്ത് ആരോഗ്യം വരത്തില്ല. നിന്റെ അകത്ത് ആരോഗ്യം വരണം. അകത്ത് ആരോഗ്യം വരണം. നിന്റെ അകത്ത് സമ്പത്ത് ഉണ്ടാകണം. നിന്റെ അകത്ത് സൗന്ദര്യം ഉണ്ടാകണം. നമ്മുടെ അകത്തെ മനുഷ്യൻ തന്നെ സൗന്ദര്യമുണ്ട്. ആ മനുഷ്യൻ അവിടെ വെളിപ്പെടുന്നേ. ഇപ്പോഴത്തെ വിശ്വസുന്ദരിയൊക്കെ അവിടുത്തെ അട്ടപ്പാടി ആദിവാസിയിലെ പെണ്ണ് നിൽക്കുന്നവരെ നിൽക്കണം നിർബന്ധമില്ല. ഞാൻ പറഞ്ഞത് വേണേ അങ്ങനെ ആകാം. പക്ഷെ ആദിവാസി ഊരി കിടക്കുന്ന ഒരു സൗന്ദര്യം ഇല്ലാത്ത പെണ്ണൊക്കെ നല്ല വനിതാരത്നങ്ങളെ പോലെ ശോഭിക്കും. ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ ആണ്. അപ്പൊ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ സമ്പത്തുള്ളവരായിരിക്കണം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ സൗന്ദര്യമുള്ളവരായിരിക്കണം. ആ അകത്തെ മനുഷ്യനാണ് കർത്താവിന്റെ വരവെങ്കിൽ വെളിപ്പെടാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ശിവജാനി ഉദാഹരണങ്ങളെല്ലാം പല കാര്യങ്ങൾ പറഞ്ഞത് പുറമേ ഉള്ളതിനേക്കാൾ അകമയുള്ളതിനാണ് വില. അപ്പൊ നമ്മൾ പുറമെയുള്ള പലതും നോക്കുന്നു, പക്ഷെ നമ്മൾ അകമയുള്ളതിനെ വിട്ടുകളയുന്നു. പക്ഷെ അകമയുള്ള ഇതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്നെ ഇവരുടെ ആരുടെ ഉപദേഷ്ടാവായിട്ട് ആരും നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആത്മീയ ഉപദേശങ്ങൾ ഇന്നുവരെയും കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇവരാരും എന്നെ അവരുടെ ഉപദേശമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കട്ട് ചെയ്യാതിരിക്കാൻ ഞാൻ, കാരണം അങ്ങനെ ഒരു ഭാഗം നമ്മൾ ഈ പറഞ്ഞത് ഫുള്ള് കേൾക്കാതെ ഇപ്പൊ ഈ പറഞ്ഞ കുറച്ച് ഭാഗം കട്ട് ചെയ്യാതിരിക്കാൻ. അത് എനിക്ക് എന്നെ സംബന്ധിച്ചത് കട്ട് ചെയ്താലും ഷേവ് ചെയ്താലും ഒന്നും ഞാൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ ഞാനുള്ള കാര്യം പറയുന്നത്, നമ്മളിപ്പൊ ഞാൻ കള്ളു കുടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു, എന്ത് നമ്മൾ ചെയ്താലും, നമ്മൾ ഒരു വാക്ക് പറഞ്ഞാലോ ഒരു പ്രവൃത്തി ചെയ്താലോ എന്ത് ചെയ്താലും അതിന്റെ ഇംപ്രിന്റ് നമ്മുടെ അകത്തെ മനുഷ്യന്റെ മേൽ വീഴുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ അകത്തെ മനുഷ്യനെ ഇൻസ്റ്റന്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഞാൻ അതുകൊണ്ടാണ്, നമ്മൾ ഒരാളെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചാൽ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഒരു പേശിയായി. നമ്മളൊരു മനുഷ്യന് ഒരു പാത്രം വെള്ളം കൊടുത്താൽ അപ്പോഴേ നമ്മുടെ അകത്തെ മനുഷ്യന്റെ അക്കൗണ്ടിൽ ആ പണം വീഴും. നമ്മള് ദൈവവചന അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെ നീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സ്റ്റെപ്പ്, ഒരു ബ്രേവ് മൂവ് നടത്തിയാൽ നമ്മുടെ അകത്തെ മനുഷ്യന് ഒരു മസിൽ കൂടുതൽ വരും. അതുകൊണ്ടാണ് ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ബോഷ്ക്ക് പ്രവർത്തിക്കുകയും അതിൽ പ്രിയപ്പെടുകയും ചെയ്യുന്ന ഏവർക്കുമുള്ള ഓഹരി. അപ്പം നമ്മുടെ അകത്തെ മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഡിസൈനർ ക്ലോത്ത് എന്നൊക്കെ പറയുന്നത് ഡിസൈനർ പേഴ്സൺ. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആളാണ് അവിടെ വെളിപ്പെടുന്നത്. ഇന്നിപ്പോ എന്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ എന്റെ നിയന്ത്രണത്തിലല്ല. എന്റെ ചെവി ഇരിക്കുന്ന ഇങ്ങനെ, എന്റെ വായ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമില്ല, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല. കാരണം ഇതൊന്നും എന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. പക്ഷെ കമ്മിങ് വേൾഡിൽ നിനക്ക് ഒരു കംപ്ലൈന്റ് പറയാൻ പറ്റത്തില്ല. നീ എന്ത് ഡിസൈൻ ചെയ്യുന്നോ അതായിരിക്കും അവിടെ വെളിപ്പെടുന്നത്. നീ നിനക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു, നീ നിനക്ക് വേണ്ടി തന്നെ സമ്പാദിക്കുന്നു, നീ സ്വാർത്ഥനായിരിക്കുന്നു, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അതിന് അനുരൂപമായ ഒരു രൂപമായിരിക്കും നിനക്ക് അടുത്ത ലോകത്ത് കാണാൻ കഴിയും. അവിടെ ആരോടും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നീയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് മഹാകവി ഉള്ളൂര് പാടിയിട്ടുണ്ട്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ നമിക്കിലുയരാൻ നടുകിൽ തിന്നാൻ നൽകുകിൽ നേടിയിടാം. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ പള്ളിക്കൂടത്തിൽ പോയപ്പോ പഠിക്കണ. അപ്പൊ അതുകൊണ്ട് നമ്മളാണിത് പണിയുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകൾ മനസ്സിലായി. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊരു കുട്ടിക്കളി അല്ല. ഇതിനകത്ത് ഞാനിതൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ ഏരിയയിൽ
ഞാൻ എല്ലാവരും രക്ഷപ്പെട്ടത് കേട്ടപ്പോ എല്ലാവർക്കും കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു, തലയാട്ടിക്കൊണ്ടിരുന്നു. ഇങ്ങനത്തെ കുറെ ഫാക്ട്സ് ഉണ്ട്. ഒരു ലോകം വരാൻ പോവാണ്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സമ്പന്നനാകാം. അവിടെ നിശ്ചയമായിട്ടും അവിടെ സോഷ്യലിസം അല്ല. നിങ്ങൾ ഓർക്കരുത് കർത്താവായ യേശുക്രിസ്തു അല്ല എല്ലാവർക്കും എല്ലാം കൂടെ കൊടുക്കുന്നു. നോ, അവിടെ ഒരു സോഷ്യലിസവും ഇല്ല. അവിടെ വ്യക്തമായ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അവിടെ ഉയർന്നവരും താഴ്ന്നവരും ഉണ്ട്, റൂളേഴ്സ് ഉണ്ട്, റൂൾഡ് ബൈ എല്ലാം ഉണ്ട്. അപ്പം അവിടെ ചർച്ച് റൂൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ഏറ്റക്കുറച്ചിലുകൾ അവിടെ ഉണ്ടോ? ഏറ്റക്കുറച്ചിലുകളെ ഉള്ളൂ. ഓരോരുത്തരും നിത്യലജ്ജയ്ക്കായിട്ട് അവിടെ കാണുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിത്യലജ്ജയ്ക്ക് ഇവിടെ നല്ല കാശ് BMW കറങ്ങി അടിച്ചാർന്ന് ഉപദേശി അവിടെ വന്നിട്ട് കടലേയും നിലക്കടലേയും എന്ന് പറഞ്ഞ് വഴിസൈഡ് നിൽക്കേണ്ടി വരും. ഐ ആം നോട്ട് ജോക്കിംഗ് ദിസ് ഈസ് നോട്ട് എക്സാമ്പിൾ. എക്സാക്ട്ലി അങ്ങനെ വന്ന് നിൽക്കും. ആ നിൽക്കുന്ന സമയത്ത് ഇവന്റെ പഴയ ശീലത്തിന് ഇവൻ എന്ത് ചെയ്യും? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. മനസ്സിലായോ? ആ പ്രാർത്ഥന ഒഴിവാക്കാൻ യേശു പേര് മാറ്റുന്നത്. അതാണ് അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. അതിലേക്കാണ് ഞാൻ ഈ വരുന്നത്. പേര് മാറ്റും. പിന്നെ ഈ പഴയ അക്കൗണ്ട് നമ്പർ വെച്ച് കുത്തിയാൽ കിട്ടുമോ? പഴയ പിൻ നമ്പർ വെച്ച് ATM തുറക്കുവോ? യേശു പേര് മാറ്റുമെന്ന് എന്ന് പറഞ്ഞാൽ ഈ കള്ള ഉപദേശിമാരുടെയും ഈ കള്ള പെന്തക്കോസ്തുകാരുടെയും പ്രാർത്ഥന, സോറി കേട്ടോ, പെന്തക്കോസ്തുകാർ, കള്ള ഓർത്തഡോക്സുകാരെ, കള്ള കത്തോലിക്കരെ, കള്ള ക്രിസ്ത്യാനികൾ, ഓക്കെ, പ്രശ്നം തീർന്നു. അപ്പൊ ഈ കള്ളന്മാരുടെ പ്രാർത്ഥന അവിടെ ചെന്നിട്ട് നടത്താതിരിക്കാൻ വേണ്ടി യേശു എന്ത് ചെയ്യും? ആട്ടപടലെ പേരെ അങ്ങ് മാറ്റും. ആ പേര് പിന്നെ ആർക്കേ ഉള്ളൂ? തന്നോട് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് മാത്രം രഹസ്യമായിട്ട് ആ പേര് കൊടുക്കും. ബാക്കിയുള്ളവർക്ക് അത് അറിയാൻ പറ്റും? കുറച്ചു പേർക്ക് അറിയാൻ പറ്റും? അതോ അതാരും അറിയുന്നില്ല? ഏതാ ആ പേര് കുറച്ചു പേർക്ക് അറിയാൻ പറ്റുമോ? അതാ വേറെ ആരും അറിയുന്നില്ലയോ ആ പേര്? അത് ഈ നമ്മൾ വലിയ കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഓരോ കാർഡുണ്ട്, ആക്സസ് കോഡ് ഉണ്ട്. അതാ കിട്ടുന്നവന് മാത്രം. അവൻ കഴുത്തെ തൂക്കിക്കൊണ്ടിട്ട് നടക്കുന്നതാണെന്നില്ലേ, അവൻ കയറിപ്പോവും. അതുപോലെ ഇരിക്കും. അപ്പൊ അവിടെ നോക്കാം, നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കാം. ആ വാക്യം എത്രയായിരുന്നു? വെളിപ്പാട് 3. വെളിപ്പാട് 3. എന്റെ മുമ്പിലെ ട്യൂബ് ലൈറ്റ് തൊട്ടടുത്തിരിക്കുക. എനിക്ക് നോക്കുമ്പോഴേ കണ്ണിന് ചെറുതായിട്ട്, അതുകൊണ്ടാണ് ഞാൻ വെട്ടം കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് ട്യൂബ് ലൈറ്റ് വെച്ചു. 3:12. ജയിക്കുന്നവന് ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. എന്റെ പുതിയ നാമം. ഇത് ചലഞ്ച് ചെയ്യാമെങ്കിൽ ചലഞ്ച് ചെയ്ത കർത്താവ് പേര് മാറ്റും. ഇനി അടുത്ത പോയിന്റ് വെളിപ്പാട് 2 എടുത്തു. വെളിപ്പാട് 2:17. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ മോസ്റ്റ് മോഡേൺ ഐഡന്റിറ്റി കാർഡില്ലേ, ഐഡന്റിറ്റി കാർഡ്, അത് ഈ വലിയ കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ പോയിട്ടുണ്ടോ? ഇവിടെ അമേരിക്കയിലൊക്കെ ഓഫീസുണ്ട്. എല്ലാവരുടെയും കാർഡ് ഒരുപോലെ ഇരിക്കും. പക്ഷെ ആ കാർഡിന് ഓരോ ലെവൽ ആക്സസ് ആണ്. ആദ്യത്തെ 2 ഡോർ ആയിരിക്കും എനിക്ക്, പക്ഷെ അടുത്ത എന്നൊക്കെ കൂടിയ ആളാണ് അവന് അടുത്ത ഡോർ എല്ലാം തുറക്കാം. ഏറ്റവും കൂടിയ കാർഡുള്ള സെക്യൂരിറ്റി ലോക്കറൊക്കെ തുറക്കാൻ പറ്റും. സെയിം കാർഡാ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും വെള്ളക്കല്ല കിട്ടുന്നത്. ആ ഒരു വെള്ളക്കല്ലാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ആ കല്ലിൽ നമുക്കൊരു രഹസ്യ പേരുണ്ട്. നമുക്ക് മാത്രമേ ആ പേര് അറിയത്തുള്ളൂ. ആ പേര് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ കല്ലുമായിട്ട് നമ്മള് പോവാണ്. അപ്പൊ ലിനുവിന്റെ ഇരിക്കുന്നൊരു കല്ലുണ്ട്. ലിനു ജയിച്ചാല്, ഈ ജയിക്കാത്തവർക്ക് കല്ലില്ല. ജയിക്കാത്തവർക്ക് കർത്താവിന്റെ നാമം അറിയത്തില്ല. അപ്പൊ പിന്നെ അവിടെ ഇരുന്ന് ഉപവാസ പ്രാർത്ഥന നടത്താനും ഈ പരിപാടി ഒന്നും നടക്കത്തില്ല. ഇപ്പൊ ഒത്തിരി പേര് വിചാരിക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊക്കെ നേടാം, എന്നാലും രക്ഷ കിട്ടുമെന്ന് ഷൂപാസ് പറഞ്ഞല്ലോ. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ച് പണി നടത്താന്നുള്ള ചിന്ത ഒരു രക്ഷയില്ല. പേര് മാറ്റുക. കാരണം വാഗ്ദാനം കിടപ്പുണ്ട്, എന്റെ നാമത്തിൽ ചോദിച്ചാൽ തരുമെന്ന്. പക്ഷെ നാമം മാറ്റി കഴിഞ്ഞാൽ ആ വാഗ്ദാനം പോയില്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. നിങ്ങൾ ഡിസൈൻ ചെയ്യുക. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന നിങ്ങളായിരിക്കും അവിടെ വെളിപ്പെടുന്നത്. ഇപ്പൊ ആകെ ജയിക്കുക എന്ന് എന്ത് ജയിക്കുക എന്ന് പറഞ്ഞ
ജയിക്കാന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ഞാനൊരു വാക്യം വായിക്കാം, ഇപ്പൊ ആ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്. ഉം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. ഞാൻ ജയിക്കുന്നതിനെ പറ്റി ലൈവ് ചെയ്തിട്ടുണ്ട്, അത് കിടപ്പുണ്ട്, ഞാൻ എടുത്തു തരാം, പറഞ്ഞോ. ഓക്കെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 25-ാം വാക്യം തുറന്ന് വായിക്കുക. അവിടെ ഇങ്ങനെ പറയുന്നു, ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരും. അപ്പൊ പിതാവിനെ കുറിച്ച് യേശു പറഞ്ഞതെല്ലാം സദൃശ്യമാണെന്നാണ് ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഇതുവരെ നിങ്ങളോട് സദൃശ്യമായിട്ട് സംസാരിച്ചിരുന്നു, എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ കുറിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരും. അന്ന് നിങ്ങൾ അറിയിക്കുന്ന ആ നാഴികയിൽ അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, എന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം, യേശുക്രിസ്തു അതിന് മുമ്പുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശുക്രിസ്തു പിതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയാണ്, ഞാൻ ഈ പിതാവിനെ കുറിച്ച് പറഞ്ഞല്ല സദൃശ്യമാണെന്ന് പറയും. പക്ഷെ വ്യക്തമായി പറയുന്ന ഒരു നാഴികയുണ്ട്, ഒരു സമയമുണ്ട്. അന്ന് നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞതെല്ലാം പിതാവിനെ കുറിച്ച് സദൃശമായിട്ടാണെന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു ടൈം ഉണ്ടെന്നും ആ ടൈമിൽ യേശുക്രിസ്തു തന്നെ പിതാവെന്നും അതാണോ? ആ ടൈമിൽ യേശുക്രിസ്തു പിതാവിനോട് അത് തന്നെ യേശുക്രിസ്തു പിതാവിനോട് എന്റെ നാമത്തിൽ അപേക്ഷിക്കുമെന്ന് ഞാൻ പിതാവിനോട് പറയുകയില്ല. അതിന്റെ അർത്ഥം വേറൊരു പിതാവിനെ കാണാൻ കഴിയത്തില്ല, ഞാനും പിതാവും ഒരാൾ തന്നെയാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. എങ്ങനെയാണ് അതിനെ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണോ ശരിയാണോ എന്താണ്? നമ്മളിപ്പം അങ്ങനെ ഒരാൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ ഇന്ന പോലെ വ്യാഖ്യാനിക്കാൻ പാടില്ലെന്ന് നമുക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതില്ല. അപ്പൊ അവരവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ ഇത്രയും ഭാഗത്ത് പറയുമ്പം അതിന് കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള ഒരു ഉപദേശം അല്ല. ഇപ്പൊ ഇത്രയും സദൃശ്യമായിട്ട് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അപ്പൊ മുമ്പ് ഇന്നലെ പറഞ്ഞ പോലെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ അത് അടുത്ത വാക്യത്തിലാണ്, അത് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുമ്പോൾ ദൈവം എന്ന് പറയുന്ന മറ്റൊരാളല്ലേ ആ വാക്യത്തിൽ? അല്ല, അതല്ലേ പറഞ്ഞേ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുമ്പോൾ കമ്പാരിസൺ അല്ലേ? അപ്പൊ കമ്പാരിസൺ ചെയ്യുന്നത് ദൈവമായിട്ടല്ലേ? അപ്പൊ അത് വേറൊരാൾ അവിടെ ദൈവമായിട്ടുള്ളതുകൊണ്ടാണല്ലോ കമ്പാരിസൺ വരുന്നത്. ഓക്കെ. അപ്പൊ അത് അങ്ങനെയല്ലെന്നാണ് യേശു നാമക്കാര് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവൻ ദൈവം ഏത് രൂപത്തിലിരിക്കെ ആ രൂപത്തിലിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി, ദൈവത്തിന് രൂപം ഉണ്ടായിരുന്നു, ആ രൂപത്തിലിരുന്നവൻ കാണത്തക്കവണ്ണ രൂപം ഉണ്ടായിരുന്നു, ആ രൂപത്തിലിരുന്നവൻ മനുഷ്യനായി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നു. അപ്പൊ ആ ദൈവത്തിന് എന്നാ പറ്റി? മലയാളം ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. ആ ദൈവത്തിന് എന്നാ പറ്റിയെന്ന് ഈ ആള് രൂപം മാറിയപ്പം മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഇതിനകത്ത് ഇപ്പൊ പ്രശ്നം എന്നാന്ന് ചോദിച്ചാ, നമ്മളൊരു കാര്യം കേട്ടു. അപ്പൊ യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കേട്ട അപ്പോസ്തലന്മാരുണ്ട്. യേശുക്രിസ്തു കൈകളിൽ എടുത്ത് അനുഗ്രഹിക്കാൻ കൊണ്ടുവന്ന ശിശുക്കളിൽ ഒരു ശിശുവായിരുന്നു ഇഗ്നാത്തിയോസ്. അദ്ദേഹം യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു പൊളികാർപ്പസിന്റെ ശിഷ്യനായിരുന്നു ഐറീനിയോസ്. ഇങ്ങനെ അവിടെ ഒരു ലൈൻ കിടപ്പുണ്ട്. അപ്പൊ യേശുക്രിസ്തു കൈകളിൽ എടുത്ത് അനുഗ്രഹിച്ച ശിശുക്കളിലാണ് ഇഗ്നാത്തിയോസ്. ആ ഇഗ്നാത്തിയോസ് ആണ് അന്ത്യോക്യയുടെ 3-ാം പാത്രിയർക്കീസ്.
അന്ത്യോക്യൻ സഭ AD 37 തുടങ്ങുന്നത്. അപ്പൊ അന്ത്യോക്യയുടെ മൂന്നാം പാത്രികീസാണ് ഇഗ്നാത്യോസ്. AD 37 അന്ത്യോക്യയിൽ സഭ ആരംഭിക്കുന്നത്. ആ അപ്പൊ അന്ത്യോക്യ സഭ ആരംഭിക്കുന്ന പത്രോസാണ്. പത്രോസ് ആരംഭിച്ചതിന് കഴിഞ്ഞ് എബൂദിയോസിനെ ഇഗ്നാത്യോസിനെ അവിടെ പാത്രികീസുമാരായിട്ട് അപ്പോയിന്റ് ചെയ്യുക, ബിഷപ്പുമാരായിട്ട്. ആ പത്രോസിന്റെ കൈവെപ്പിനാൽ അവരെ ആക്കുക. പത്രോസിന്റെ കൈവപ്പിനാലാണ് ഇവർ രണ്ടുപേരെ അവിടെ ബിഷപ്പുമാരാക്കുന്നത്. പത്രോസിന് നേരിട്ട് കൈവപ്പ് കിട്ടിയാണ് ഇഗ്നാത്യോസ്. ഇഗ്നാത്യോസിൽ നിന്ന് അടുത്ത ആള് വരുന്നു, അതിനടുത്ത് അങ്ങനെ ലൈനേജ് ഉണ്ട് അവർക്ക്. അപ്പൊ ആ ചർച്ചിന്റെ നേതൃത്വത്തിലാണ്, അന്ത്യോക്യൻ ചർച്ചിന്റെ നേതൃത്വത്തിലാണ് നിക്കിയ സുന്നോദോസ് വരുന്നത്. അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ആണ് നിക്കിയ സുന്നോദോസിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പൊ അവരെല്ലാം അതുപോലെ കൊല്ലപ്പെടുകയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആദിമസഭയിലെ ഒരു 90% ആളുകളും കൊല്ലപ്പെടുകയായിരുന്നു. അപ്പൊ അങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വളരെ കഷ്ടതയുടെ മാർഗമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ 10 പുത്തൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ സുവിശേഷ പ്രസംഗത്തിന് ഇറങ്ങിയതല്ല. അവരൊക്കെയുള്ള എല്ലാം ഒരു വാക്യത്തെ ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളെ 1 തീമോത്തിയോസ്, അപ്പോസ്തലൻ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അത് ആരെ കുറിച്ചാണ് പറയുന്നതാണെന്ന് പറയാമോ? അതായത് ധന്യനായ ഏകാധിപതി, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുന്നു. ഇത് ആരെ കുറിച്ച് പറയും? അതിനകത്ത് 16-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്തതി കർത്താതി കർത്താവും, താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. മതി. മനുഷ്യരാരും കാണാത്തവൻ. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ലെന്ന് വ്യക്തമല്ലേ? ഓക്കെ. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, അപ്പൊ അത് കാണാൻ കഴിയാത്തവനും. മനസ്സിലായി. അപ്പൊ ഈ ഇടയ്ക്ക് IPC-യുടെ കൺവെൻഷൻ നടന്നപ്പോ എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ എടുത്ത് പറയുക, നമ്മുടെ IPC കുമ്പനാട് നടന്ന ജനറൽ കൺവെൻഷനിൽ മാസ്റ്റർ KC ജോൺ സാറ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അരമണിക്കൂറുള്ള പ്രസംഗം ഞാൻ കേട്ടതിൽ നിന്ന്, എന്റെ ഓർമ്മയിൽ നിന്നാണ്, എവിടെയും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, അദ്ദേഹം പലവട്ടം പറയുന്നതായിട്ട് മനസ്സിലായി, നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം തന്നെ ഏകാധിപതി രാജാതിരാധി. ഈ വാക്യത്തെ ഉദ്ധരിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ദൈവം ആരാണെന്ന് ചോദിച്ചത്, ഇത് പിതാവിനെ കുറിച്ചാണെങ്കിൽ നമ്മുടെ ദൈവം ആരാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പിതാവാണ് ദൈവം എന്നാണല്ലോ അവിടെ വ്യക്തമാണ്. ആ പ്രസംഗം ഒന്ന് കേട്ടാ നമ്മുടെ ദൈവം ആര്? അപ്പൊ ഈ ഭാഗമാണ് വീണ്ടും വീണ്ടും അവിടെ ഉദ്ധരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, അതിനകത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടയ്ക്കിപ്പം ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്തിയതുള്ളവനും ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും ആർക്കും കണ്ടുകൂടാത്തവനും തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുന്നവനും മഹത്വവും ബലവും അണിയുന്നവനും, ഇങ്ങനെ പറയുമ്പോ ഈ ദുർമനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമാണ്, ബാഡ് കോൺഷ്യസ്. അപ്പൊ ഈ ബാഡ് കോൺഷ്യസ് ഉള്ള ആളുകൾ അതാരെ കുറിച്ചായിരിക്കും പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നു. ഈ ബാഡ് കോൺഷ്യസ് ഇല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് പ്രശ്നമില്ല. അത് 100% ശരി, അത് 100% ആ കാര്യം ശരിയാണ്. ഈ ബാഡ് കോൺഷ്യസ് ആണ്. കാരണം ഇത് പാസ്റ്റർ KC ജോൺ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ദൈവത്തിന്റെ മഹത്വത്തെയും വല്ലഭത്വത്തെയും അദൃശ്യനും സർവ്വവ്യാപിയും സർവശക്തനുമായ ദൈവത്തിന് എല്ലാ ബഹുമാനവും കൊടുത്ത് അദ്ദേഹം പറയുകയാണ് ധന്യനായ ഏകാധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ വായിൽ നിന്ന് പോകുന്ന ആ പ്രൈസസ് ഒരിക്കലും ഒരു പിശാചിനാകരുത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ പറ്റിയുള്ള ഏറ്റവും താൻ കൊടുക്കുന്ന ആ പ്രൈസ് ഒരിക്കലും പിശാചിനല്ല, മറിച്ച് മുഴു ലോകത്തെയും സൃഷ്ടിച്ച ആ സർവാധിപതിയായ ദൈവത്തെയാണ് താൻ ആരാധിക്കുന്നതെന്ന് മേക്ക് ഷുവർ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് KC ജോൺ നടത്തിയത്. അപ്പൊ നമ്മൾ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. അപ്പൊ അതിനകത്ത് തിയോളജിക്കലി സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഇയാൾ ഇപ്പൊ ആരെ പിതാവിനെ പറ്റിയാണോ? കാരണം പിതാവിനെയും പുത്രനെ തമ്മിൽ വേർതിരിക്കുന്നില്ല.
പിന്നെ പെന്തക്കോസ്തിലെ ആരാധനയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, കാരണം ട്രിനിറ്റേറിയൻ വർഷിപ്പ് ഇല്ല. അതുണ്ടായിരുന്ന ബ്യൂട്ടിഫുൾ ആയനെ. കാരണം അതില്ലാതെ വരുന്നുണ്ട് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം പിന്നെ യാക്കോബായക്കാരുടെ ആരാധനയിൽ പിതാവിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ അവിടെ ആർക്കും ഇടർച്ചയില്ല. കാരണം അവർ നിരന്തരമായിട്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു എന്ന് ഇടക്കിടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സംശയത്തിനും ഇടയിൽ തന്റെ മനോഗുണത്താൽ ഭൂലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. അവിടെ നിർത്തില്ല. അന്നേരം പറയും തന്റെ തിരുവേനിയുടെ അതിപൂജനീയമായ കഷ്ടപ്പാടുകളാൽ അതിനെ രക്ഷിച്ചെടുത്ത പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണവും പരിപൂർണമാക്കി തീർക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. എന്നിട്ട് അടുത്ത് പറയും കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. അപ്പൊ ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള യൂണിറ്റിയാണ്. അപ്പൊ അതിനകത്ത് ഒരിക്കലും നമ്മൾക്കൊരു ഇടർച്ച ഉണ്ടാവേണ്ട ആവശ്യമില്ല. അല്ല, അവിടെ ആ വാക്കുകളിൽ അങ്ങനെ പറഞ്ഞു. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാരും അല്ല, നമ്മൾ ആ വാക്ക് അതിന് തൊട്ട് പുറമൊന്ന് വായിച്ചു നോക്ക്. ഇപ്പൊ വായിച്ച വാക്യത്തിന്റെ തൊട്ട് പുറമൊന്ന് വായിച്ചു നോക്ക്. ഇപ്പൊ 6-ാം അധ്യായം 13-ാമത്തെ വാക്യം തൊട്ട് കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും. അപ്പം അവിടെ ഒരു വ്യത്യസ്തത കാണുക. സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാരം കയറ്റിയ യേശു ക്രിസ്തുവിനെ രണ്ടായിട്ടാ പറയുന്നത്. സകലത്തെയും ജീവിപ്പിച്ച ദൈവം. അതെ, അവിടെ അപ്പം യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ പൊന്തിയോസ് പീലാത്തോസിനെ കൂടെ കൂട്ടിയാണ് പൗലൂസ് അവിടെ പറയുന്നത്. അപ്പൊ ആ പാരമ്പര്യമാണ് നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പ് ജനിച്ചവനും പ്രകാശത്തിലും പ്രകാശു സത്യത്തിലും സത്യത്തിലും ജനിച്ചവനും സത്യല്ലാത്തൊരു സാരാംശത്തിൽ സത്യത്തിലും തന്നാസാനം അങ്ങനെ താഴോട്ട് വന്നു കഴിയുമ്പോൾ പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് കണ്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ചിന്റെ ട്രഡിഷൻ ഒറിജിനൽ ട്രഡിഷൻ ആണ്, അല്ല അതിനകത്ത് യാതൊരു മായവും ഇല്ല. അപ്പൊ ഈ ചർച്ച അന്ന് നിൽക്കാൻ സുനദോസ് കൂടിയപ്പോൾ നമ്മൾ ആ ചൊല്ലിയ ഇപ്പൊ ഈ ചൊല്ലിയെ അതിനകത്തു പോലും സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടിതാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനികളെല്ലാം ചൊല്ലുന്ന നിക്ക വിശ്വാസ പ്രമാണത്തിൽ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ ഏക ദൈവം പിതാവായ ദൈവമല്ലേ? അതെ, സംശയം. ഓക്കെ, അപ്പം ഞാൻ അവിടെയാണ് പലപ്പോഴും പലർക്കും ഡൗട്ട് തോന്നുന്നത്. കാരണം സത്യ ഏക ദൈവം പിതാവാണെങ്കിൽ രണ്ടാമത് പറയാം അവിടുത്തെ ഏകജാതനായ പുത്രനും, ഈ സത്യ ഏക ദൈവത്തിലെ അവിടുത്തെ ഏകജാതനായ പുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ആളുകൾക്ക് ഒരു ചിന്ത വരത്തില്ല. ഏക സത്യ ദൈവം പിതാവാണെങ്കിൽ, ഏകം എന്ന് പറയുമ്പോ ഏക സത്യ ദൈവം പിതാവാണെങ്കിൽ യേശു അന്നേരം ആരാന്നൊരു ചോദ്യം. സഹോദര, ഏക സത്യ ദൈവം പിതാവാണെന്ന് പറയുമ്പോ യേശു ക്രിസ്തു ഏക സത്യ ദൈവം പിതാവാന്ന് പറയുമ്പോ യേശു ക്രിസ്തുവിന് പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് എന്നാ പ്രശ്നം? അതല്ല, ഏക സത്യ ദൈവം ഈ നിക്കാവിശ്വാസ പ്രമാണത്തിൽ പോലും ഏക സത്യ ദൈവം പിതാവാണെന്ന് പറയുമ്പോൾ ഏക സത്യ ദൈവം പിതാവെന്ന് പറയുമ്പോൾ ഏകോ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഒന്നെന്നല്ലേ? ഒരേ ഒരു സത്യദൈവം ഉള്ളത് പിതാവാണെന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ യേശു ദൈവം എന്ന് ഒരാൾക്ക് സാധാരണ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്. അവിടെ എന്ത് ഉത്തരം പറയും? അപ്പൊ രണ്ടാമത്തെ കണ്ണിയെ വായിക്കണം. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിന് ജനിച്ചു. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും ട്രൂ ലൈറ്റ് ഫ്രം ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ്. സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തന്നാൽ സകലവും അതിനാണ് ഓക്കെ വന്ന് തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും. ഓൾ തിങ്സ് ഹാവ് മെയ്ഡ് ത്രൂ ഹിം. അപ്പൊ അവനിലൂടെയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം ഹി ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ക്രിയേഷൻ. അപ്പൊ ഈ പ്രപഞ്ചത്തെ രണ്ടായിട്ട് തിരിക്കണം, ക്രിയേറ്റർ ആൻഡ് ക്രിയേഷൻ. അപ്പൊ ക്രിയേറ്റഡ് വേൾഡും ഉണ്ട്, അൺക്രിയേറ്റഡ് ക്രിയേറ്ററും ഉണ്ട്. അതായത് സൃഷ്ടലോകവും ഉണ്ട്, സൃഷ്ടിക്കപ്പെടാത്ത സൃഷ്ടാവും ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ഹലോ, ആൾക്കാർക്ക് എപ്പോഴേലും ഇത് കട്ടാവുന്നുണ്ടോ അതോ എനിക്ക് മാത്രമേ ഉള്ളൂ? ഞങ്ങൾക്കൊരു ഷിബിച്ച, ഞാൻ അവിടെ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അപ്പം സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം. അപ്പം ശരിക്കും നമ്മളോട് നിങ്ങളുടെ ദൈവം ആരാണെന്ന് ഒരാൾ ചോദിച്ചാൽ, ക്രിസ്ത്യാനോട് ചോദിച്ചാൽ
നമ്മൾ എന്താണ് ആൻസർ പറയേണ്ടത്? നമ്മുടെ ദൈവം യഹോവേ എന്ന് പറയണോ, നമ്മുടെ ദൈവം യേശു എന്ന് പറയണോ? അതോ നമ്മുടെ ദൈവത്തിന് എന്തെങ്കിലും ഒരു പേര്, എന്താണ് നിങ്ങളുടെ ദൈവത്തിന്റെ പേരെന്ന് ചോദിക്കാം. സാധാരണ ഒരു വിശ്വാസി എന്ന രീതിയിൽ ഞാൻ ആ രീതിയിൽ ആൾക്കാർക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നത്, യഹോവേ എന്ന് പറയണോ യേശു എന്ന് പറയണോ? അത് നമ്മുടെ തമിഴന്മാര് പാടുന്നല്ലേ, യഹോവയാം ദൈവത്തിനായിരം നാമങ്ങൾ കൈകൾ കൊട്ടിപ്പാടി. അപ്പൊ എത്രയോ പേരുണ്ട്, ബൈബിളിൽ തന്നെ എത്രയോ പേരുണ്ട്. എൽ റോയി, എൽ ഷദായി, എൽ ഒലാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുകളില്ലേ. യഹോവ ഈരെ, യഹോവ റാഫ, യഹോവ ഷമ്മ, യഹോവ നീസി, ഒരുപാട് പേരുണ്ട്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് നെയിംസ്. അത് ബെന്നി ജോർജ് സർവശക്തനാണ്. ബെന്നി ജോർജ് 1 × 1 = 1 എന്നുള്ളത് ശരിയല്ല. കാരണം 1 × 1 × 1 എന്ന് പറഞ്ഞാൽ 1 + 0 0 എന്ന് അർത്ഥം വരുന്നുള്ളൂ. മാത്തമാറ്റിക്സിൽ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചാല് അതൊരു അബദ്ധമാണ്. അപ്പൊ അതാണ് നമ്മുടെ സാജു ജോൺ മാത്യുവിന്റെ ട്രിനിറ്റി. അദ്ദേഹം പറഞ്ഞു 1 × 1 × 1 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തിനാ? ഒരു നിരയിൽ കൂടുതലുള്ളതിനെ സൂചിപ്പിക്കാനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പം 3 പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഈ കോല് വെട്ടി കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു. 10 വീതമുള്ള കെട്ട് പിള്ളേരെല്ലാം കൊണ്ടുപോവുക, എന്നിട്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ച് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കും. അപ്പം 3 വെച്ചുള്ള കെട്ടാണ്. 3 വെച്ചുള്ള കെട്ട് 4 ഉണ്ടെങ്കിൽ അപ്പം 3 + 3 + 3 + 3 4 പ്രാവശ്യം കൂട്ടുക. അതിനാണ് 3 × 4 എന്ന് വരുന്നത്. അപ്പൊ 1 × 1 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം തന്നെ 1ന്റെ ആ കെട്ട് ഒരെണ്ണേ ഉള്ളൂ. അപ്പം അടുത്ത 3 റോയിൽ ഉള്ള, അപ്പൊ 1ാമത്തെ റോയിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, 2, 3 റോയിൽ എണ്ണ ഇരിപ്പുണ്ട്. 0 0 ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആകെ ഒരു റോയേ ഉള്ളൂ, ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് 1 × 1 × 1 എന്ന് പറഞ്ഞാൽ ആ കണക്ക് ശരിയല്ല. അത് ട്രിനിറ്റിക്ക് യോജിച്ചമല്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് റോളർ വരുമ്പം ഈ കാലം കൂടെ നിവർത്തി വെക്കുന്നുണ്ട് മോഹൻലാൽ ഒരു സിനിമയ്ക്കകത്ത്. എന്ന് പറഞ്ഞാൽ ട്രിനിറ്റിക്കെതിരെ ചോദ്യം വരുമ്പം നിവർത്തി വെക്കുന്ന ഒരു കാലം കൂടെയാണ് ഈ 1 × 1 × 1 × 1 = 1 എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ ചോദ്യമായിരിക്കട്ടെ. അതായത് ഈ നമ്മള് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്താണെങ്കിലും നമുക്ക് സൃഷ്ടിപ്പ് മുതൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തുടക്കം മുതൽ അവസാനം വരെയും കാണാൻ. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തീകരിച്ചില്ല, ഞാൻ പറയട്ടെ. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 2ആയിട്ട് നമ്മൾ തിരിക്കുക. ഒന്ന് ക്രിയേറ്റഡ് യൂണിവേഴ്സ്, സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം. 2 അൺക്രിയേറ്റഡ് ക്രിയേറ്ററാണ്, അതായത് സൃഷ്ടിക്കപ്പെടാത്ത സൃഷ്ടാവാണ്. അപ്പം സൃഷ്ടാവും സൃഷ്ടിയും, മനസ്സിലാകുന്നുണ്ടോ? സൃഷ്ടാവും സൃഷ്ടിയും. അപ്പം ഈ സൃഷ്ടാവ് സൃഷ്ടിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറന്റ് ആണ്. അതാണ് നമ്മുടെ തിയോളജിയുടെ ഫൗണ്ടേഷൻ. അപ്പൊ അതാണ് അദ്വൈതമൊക്കെ ആയിട്ട് വരുന്ന പ്രശ്നം. അതാണ് അദ്വൈതം എന്ന് പറയുമ്പോൾ ക്രിയേറ്ററും ക്രിയേഷനുമായിട്ട് വ്യത്യാസമില്ല. ഏതാ? അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ. നമ്മുടെ ആദിശങ്കരനൊക്കെ ഇല്ലേ, നമ്മുടെ മോഹമ്മദീസൊക്കെ ആ നാട്ടുകാരല്ലേ, നമ്മുടെ കാലടി. അപ്പം ഈ ഡിഫറന്റ്, ഗോഡ് ഈസ് ഡിഫറന്റ്, ദൈവം വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവ് വ്യത്യസ്തനാണ്. അതാണ് ബേസിക്. അപ്പൊ സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവ് വ്യത്യസ്തനായിരിക്കുന്നു എന്നതിന് വേറൊരു ബിബ്ലിക്കൽ വാക്കാണ് പരിശുദ്ധൻ എന്ന് പറയുന്നത്. അപ്പം ഹോളി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ഓ ഗോഡ്, യു ആർ നോ എ പാർട്ട് ഓഫ് ദിസ് ക്രിയേറ്റഡ് യൂണിവേഴ്സ്. മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നേ? അതെന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തെ, ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന, ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവനായും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതെല്ലാം ചൊല്ലുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതായത് പരിശുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ബീഡി വലിക്കാത്തവനാണ്, അവൻ കള്ളു കുടിക്കാത്തവനാണ്, അവൻ പെണ്ണിനെ നോക്കാൻ പോകാത്തവനാണ്. ഇതൊന്നും അല്ല ഇതിന്റെ അർത്ഥം. പരിശുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് ഡിഫറന്റ്. നീ സൃഷ്ടിയുടെ ഭാഗമല്ല, സൃഷ്ടാവാണ്. യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദിസ് ക്രിയേഷൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എന്തെല്ലാം ഞങ്ങൾ കാണുന്നോ, ഈ വിസിബിൾ ആയിട്ട് കാണുന്നോ, എന്തെല്ലാം ഞങ്ങളുടെ ചുറ്റും ഇൻവിസിബിൾ ആയിട്ടുണ്ടോ, യു ആർ ദ ക്രിയേറ്റർ ഓഫ് ഓൾ തിങ്സ്, വിസിബിൾ ഓർ ഇൻവിസിബിൾ. അപ്പൊ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ഏക ദൈവം,
അടുത്തത് ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിന് ജനിച്ചവനും താഴോട്ട് വരുമ്പോൾ പറയാണ് തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും. അപ്പം ഓൾ തിങ്സ് വെയർ മെയ്ഡ് ത്രൂ ഹിം. അപ്പൊ അവനിലൂടെയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. ദാറ്റ് മീൻസ് ഹി ഓൾസോ നോട്ട് എ പാർട്ട് ഓഫ് ദ ക്രിയേഷൻ. അപ്പൊ ഈ പുത്രനും എന്തിന്റെ ഭാഗമല്ല? ക്രിയേഷന്റെ ഭാഗമല്ല. പരിശുദ്ധാത്മാവും ക്രിയേഷന്റെ ഭാഗമല്ല. അപ്പൊ ക്രിയേറ്റഡ് യൂണിവേഴ്സ് വർഷിപ്പ് ചെയ്യുമ്പോൾ ക്രിയേറ്ററെയാണ് വർഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ ക്രിയേഷന്റെ ഭാഗമല്ലാതെ നിൽക്കുന്ന ആരൊക്കെയാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ബാക്കി എല്ലാം ക്രിയേഷനാണ്. ഏഞ്ചൽസും ഹെവനും എല്ലാം ക്രിയേഷനാണ്. അപ്പം ക്രിയേഷൻ അല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതുകൊണ്ടാണ് നമ്മൾ ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുന്നത്. ഞാൻ അവിടെ ഇപ്പം ശിവജാൻ പറഞ്ഞതാ, കാരണം സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പൊ പുത്രനെ കൂടാതെ സകലതും ഒന്നും ഉളവായിട്ടില്ല. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഓക്കെ, ഇത് ഒരിക്കലും ഇത് എന്താ പറയുന്നത് സൃഷ്ടിയല്ല. പക്ഷെ കുരുളാച്ചാന് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇടുക, ഒന്ന് തൊട്ട് പോവാം. അല്ല, കുരുളാച്ചാൻ അതിന് ഒരു കാര്യം പറയുന്നത്, എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എന്റെ ഓർമ്മ. ദൈവം പുത്രനെ സൃഷ്ടിച്ചുകൊണ്ട് പുത്ര നിമിത്തം സകലതും ഉളവാക്കി എന്ന് പണ്ട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. കുരുളച്ചാൻ അങ്ങനെ എന്തും പറയാം, പക്ഷേ ദൈവം പുത്രനെ സൃഷ്ടിച്ചെങ്കിൽ പുത്രൻ സൃഷ്ടിയാണ്. പുത്ര നിമിത്തം സകലതും ഉണ്ടാക്കി എന്നൊരു വാദം. പുത്രൻ നിമിത്തം സകലം ഉണ്ടാക്കി. അപ്പൊ പുത്രൻ സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? സകലത്തിന്റെ സൃഷ്ടിതാവാണ് പുത്രൻ. സകലത്തെ സൃഷ്ടിച്ചാണോ? അതെ. വെദർ ഹി ബിലോങ്സ് ടു ദ ക്രിയേഷൻ ഓർ നോട്ട്, അതാ ചോദ്യം. അവന് ക്രിയേഷന്റെ ക്രിയേഷന്റെ പാർട്ടാണോ പുത്രൻ? അപ്പൊ രണ്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെയാണ് അദ്വൈതമല്ല, ദ്വൈത്വവാദമുണ്ട്. അദ്വൈത്വം എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടാവും സൃഷ്ടിയും നമ്മളും എല്ലാം ഒന്നാ. അപ്പോ ഈ പറഞ്ഞ ഒരു വിഗ്രഹത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ ഒരു കല്ലിനെ, മണ്ണിനെ, മരത്തടിയൊക്കെ ആരാധിക്കുകയാണ്. അപ്പൊ അവിടുന്ന് പറിച്ചിട്ട് ഈ മൊത്തം ആരാധനയെ സ്വർഗോന്നതങ്ങളിലേക്ക് ഉയർത്തുകയാണ്. അപ്പം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മേലെയുള്ള മഹോന്നതങ്ങളിൽ ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും എല്ലാം എന്താ? ഈ ക്രിയേറ്റഡ് യൂണിവേഴ്സിൽ അങ്ങോട്ട് പോകണം. ക്രിയേറ്റഡ് യൂണിവേഴ്സിൽ പോയിട്ട് ആ ക്രിയേറ്ററിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പം എലിവേറ്റഡ് ഹാർട്ടാണ്. അപ്പൊ കൊല്ലപ്പെടുന്ന സമയത്ത് ഹാർട്ട് എലിവേറ്റ് ചെയ്തിട്ട് സ്തേഫാനോസ് കാണുകയാണ്, ദൈവത്തിന്റെ മഹത്വവും അവന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ നിൽക്കുന്നത് ഞാൻ കാണുന്നു. കണ്ടോ? അവൻ ക്രിയേഷനെ അല്ല കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗം തുറക്കുകയാണ്. അപ്പം അൺക്രിയേറ്റഡ് ഹെവൻ ആണ്. അവന്റെ അൺക്രിയേറ്റഡ് ഗോഡിന്റെ പ്രസൻസിലേക്ക് പോവാണ്. അപ്പൊ ക്രിയേഷനിൽ നിന്ന് നേരെ ക്രിയേറ്ററിന്റെ അടുത്തോട്ട് പോവാണ്. അപ്പൊ അവിടെയാണ് അവൻ പുത്രനെ കാണുന്നത്. അപ്പൊ ആ ഡിഫറൻസിൽ നിന്ന്, ആ വേർപാടിൽ നിന്ന് എന്ത് ചെയ്യാണ്? സ്വർഗത്തിൽ നിന്ന് ആ ക്രിയേറ്റർ എന്ത് ചെയ്യാണ്? ക്രിയേഷനിലേക്ക് ഇറങ്ങി വരികയാണ്. അതാണ് ഇൻകാർണേഷൻ. എന്നിട്ട് വചനം മാംസമായി തീർന്നു. എന്ന് പറഞ്ഞാൽ നമ്മളെ കണക്ട് ചെയ്യുക. അതാണ് ഈ സ്വർഗവും ഭൂമിയും ഒന്നായി തീരുമെന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. അതാ വേർപാടിന്റെ നടിച്ചുവരെന്ന് പറയുന്നത്. അല്ലാതെ വേർപാടിന്റെ നടിച്ചുവരെന്ന് പറയുമ്പോൾ എരിശിലേം ദേവാലയത്തിന്റെ തിരശ്ശീല കയറി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ സാധാരണ. അത് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതിന്റെ റിയൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്നു എന്നുള്ളതാണ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് പുത്രൻ ഒരിക്കലും ക്രിയേഷൻ അല്ല, ക്രിയേറ്ററാണ്. 100%. പരിശുദ്ധാത്മാവ് ക്രിയേറ്ററാണ്. അപ്പൊ ആ ക്രിയേറ്റർ ഗോഡിൽ നമ്മൾ 3 പേഴ്സൺസിനെ കാണുന്നു. അത് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പൊ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഒരുപോലെ ആരാധനയ്ക്ക് യോഗ്യരാണ്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ കാണുന്നു 100%. അവർ 3 എന്താ പറയാ, പിതാവോ പുത്രനോ പരിശുദ്ധാത്മാവോ ഒരിക്കലും സൃഷ്ടിയല്ല, സൃഷ്ടിതാവ് തന്നെയാണ്. അത് 100%. അപ്പൊ ഞാൻ വേറൊരു ചോദ്യം, ഇവര് 3 വ്യത്യസ്ത വ്യക്തികളാണോ വ്യതിരക്ത വ്യക്തികളാണോ? ഈ വ്യത്യസ്തരും വ്യതിരക്തരും നമ്മൾ വ്യത്യസ്തരും വ്യതിരിക്തരും എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് പറയാം. ആദ്യമൊക്കെ ഞാനും വ്യത്യസ്തരെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ കൂടെ സംശയം വന്നത് എന്ന് വെച്ചാൽ ഇവരുടെ നേച്ചറിൽ വ്യത്യാസമില്ല, സത്തയിൽ വ്യത്യാസമില്ല. അപ്പൊ അതുകൊണ്ട് വ്യതിരിക്തര് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയുന്ന ഡിസ്റ്റിങ്റ്റീവ് പേഴ്സൺസ് എന്നുള്ള അർത്ഥത്തിൽ അതിന് വ്യതിരിക്തർ എന്ന് പറയുന്നത്.
ഓക്കെ, ഒന്നുകൂടെ ഇനിയോ ഈ ഒരാൾ വ്യത്യസ്തൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അതിന് ചോദ്യം വന്നാലേ കുഴപ്പമില്ല. നമ്മൾ എന്ത് മനസ്സിലാക്കുന്നുള്ള അതായത് വേർതിരിച്ചറിയാൻ കഴിയുന്ന മൂന്ന് എന്നാണ് ഉദ്ദേശം. അത്രേ ഉള്ളു. വേർതിരിച്ചറിയാൻ മനസ്സിലാക്കാൻ കഴിയുന്ന ആ രീതിയിൽ നോക്കുവാണെങ്കിൽ മൂന്ന് വ്യക്തികളുണ്ട്. അതിനാണ് ഡിസ്റ്റിങ്ക്റ്റീവ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ വ്യതിരിക്തരായി തിരിച്ചറിയാൻ പറ്റും. They are not separate. വേർതിരിച്ച് തിരിച്ചറിയാൻ കഴിയുന്ന. They are not three different persons. Not three different persons. വ്യത്യസ്ത വ്യക്തികളല്ല, പക്ഷേ not three different persons. കഴിയുന്ന രീതിയിലുള്ള. അതാണ് not three different persons but three distinctive persons. മൂന്ന് വ്യത്യസ്തരായ വ്യക്തികളല്ല, മൂന്ന് വ്യതിരിക്തരായ വ്യക്തികൾ. അപ്പൊ സത്യയിൽ സാരാംശം അപ്പൊ ഇതിന്റെ അപ്പൊ വ്യത്യസ്തരല്ല, വ്യതിരിക്തരായ, വേർതിരിച്ചറിയാൻ കഴിയുന്ന മൂന്ന് വ്യക്തികൾ. അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്ക് മൂന്ന് ശക്തിയുണ്ട്. മൂന്ന് ശക്തിയില്ല, ഒരു ശക്തിയാണ്, ഒറ്റ ശക്തിയേ ഉള്ളൂ. അപ്പോ മൂന്ന് വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നു സൃഷ്ടിപ്പ് മുതൽ. അപ്പോൾ സൃഷ്ടിതാവായി തന്നെ മൂന്ന് വ്യക്തികളെ കാണാൻ കഴിയുന്നു, പക്ഷെ ഒറ്റ ശക്തിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവര് ഏകത്വം എന്ന് പറയുന്നത്, അല്ലെ? അതെ അതെ, മൂന്ന് സർവശക്തന്മാരാണ്. അതായത് സർവശക്തനായ പിതാവും സർവശക്തനായ പുത്രനും സർവശക്തനായ പരിശുദ്ധാത്മാവുമാണ്. പക്ഷെ ഒരു സർവശക്തിയാണുള്ളത്, ഒരു സർവ്വവ്യാപിത്വമാണുള്ളത്, ഒരു സർവജ്ഞാനമാണുള്ളത്. ഇനി അതിനകത്ത് ഇപ്പൊ ബെന്നി ജോർജ് കൊണ്ടുവന്ന കണക്കുണ്ടല്ലോ, 1:1:1. അപ്പൊ അത് തെറ്റാണ്. ഞാൻ പറഞ്ഞ അല്ല, ഞാനിപ്പോ ഇപ്പൊ ഷിബിച്ചാൻ പറഞ്ഞ 100% നിത്യവിശ്വാസ പ്രമാണം ഷിബിച്ചാൻ പറഞ്ഞത് തന്നെയാണ്. അപ്പം അതിനകത്ത് ഞാന് ഈ കണക്കിന്റെ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയാം. അതായത് ഇൻഫിനിറ്റി വണ്ണെന്ന് എടുക്കരുത്. ഗോഡ് ഈസ് നോട്ട് വൺ, ഗോഡ് ഈസ് ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽസ് വാട്ട്? ഇച്ചൂടെ കേറി പറയുകയാണെങ്കിൽ എന്നെ ആരോട് സദൃശനമാക്കാൻ? അതല്ലെന്ന്, ഇത് ഇൻഫിനിറ്റി പറഞ്ഞില്ലേ, ഇൻഫിനിറ്റി നമ്പർ, അനന്തം. അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ എടുത്തു. അപ്പൊ ഇൻഫിനിറ്റി ആണ് ഗോഡ്. ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽസ് 3 ഇൻഫിനിറ്റി ആണോ? ഈക്വൽസ് ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽസ് ഇൻഫിനിറ്റി. അത് വേണം നിങ്ങൾ ഇനി മാത്തമാറ്റിക്കലായിട്ട് കൊടുക്കാൻ. 1:1:1 ദാറ്റ് ഈസ് ഫൂളിഷ്നെസ്, ബേസ്ലെസ് ആണ് അത്. ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എത്രയാണെന്ന് ചോദിക്കാം. അപ്പൊ ഉത്തരം പറയാൻ അവർക്ക് പറ്റത്തില്ല. കാരണം 3 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല, ഇൻഫിനിറ്റി തന്നെയാണ്. കാരണം ദൈവം സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. അപ്പൊ സർവജ്ഞാനി, സർവ്വവ്യാപി, സർവശക്തൻ എന്ന് പറയുമ്പോൾ എൻ്റയർ യൂണിവേഴ്സ്, എൻ്റയർ നോളജ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളിപ്പം ഇപ്പൊ ഇവിടെ നോക്കുക. ഇപ്പം പിതാവും പുത്രനും പരിശുദ്ധ ഉണ്ടോ? 1, 2, 3 കണ്ടോ? ഇനി ഇവിടെ നോക്ക് 1, 2, 3. മുഹമ്മദ് ഇസാ നമ്മളെ കേട്ടോണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മുഹമ്മദ് ഇസായുടെ ചോദ്യമാണ്. അതേപോലെ മുസ്ലിം സുഹൃത്തുക്കളുടെ ചോദ്യമാണ്, നിങ്ങൾക്ക് എത്ര ദൈവങ്ങളുണ്ട്? എത്ര ദൈവം? നമുക്ക് 3 നമ്മളെ കൊണ്ട് പറയിക്കണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുഹമ്മദ് ഇസാ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പറയാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം, പക്ഷെ പറയാൻ പറ്റത്തില്ല. കാരണം എന്നാ, ഇവിടെ നോക്കിയോ, എല്ലാരും നോക്കിയോ, 1, 2 എടുക്കണ്ട, അങ്ങനെയല്ലേ എണ്ണുന്നേ. അപ്പൊ ഒന്നാമത്തെ ദൈവത്തെ എടുക്കുകയാണ്. 1 സർവ്വവ്യാപിയാ. എങ്ങോട്ടാ മറിക്കുന്നേ? ആ പുസ്തകത്തിലൂടെ മറിച്ച് മാറ്റിയിട്ടും അടുത്ത് മറിക്കണ്ടേ? എങ്ങനെയാന്ന്? സർവ്വവ്യാപിയല്ലേ, മറിച്ച് മാറ്റാൻ പറ്റുമോ? ഇല്ല, അതിനകത്താ മറിച്ച് മാറ്റാൻ പറ്റുമോ? എൻ്റെ യൂണിവേഴ്സ് നിറഞ്ഞു നിൽക്കുകയാണല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പിതാക്കന്മാര് അതിന്റെ സംഖ്യ ചോദിക്കരുത് നീ പറയുന്നത്. അല്ലാതെ അറിയാൻ മേലാഞ്ഞിട്ടോ ഉത്തരവില്ലാഞ്ഞിട്ടോ അല്ല. കാരണം അവന്റെ മഹത്വമാണ്. വി അക്നോളജ് ഹിസ് മാജസ്റ്റി. അപ്പൊ അവന്റെ ആ രാജത്വത്തെയും മഹത്വത്തെയും നമ്മൾ അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് പിതാവ് ഏക ദൈവമാണെന്ന് പറയുന്നത്. ഈ നിത്യാവിശ്വാസ പ്രമാണത്തിൽ പിതാവ് ഏക ദൈവമാണെന്ന് പറഞ്ഞാൽ മതി. കാരണം ആ എൻറ്റയർറ്റി ആ പിതാവിലുണ്ട്. പിന്നെ അടുത്തത് ആ പുത്രനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അവന്റെ ആ സർവ്വവ്യാപിത്വം, സർവജ്ഞാനം ആ ഏരിയയിലോട്ട് പോകുന്നില്ല. അപ്പോൾ തന്നെ പുത്രൻ എന്താണ്? സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായ ദൈവം തന്നെയാണ്.
കോൺസെപ്റ്റ് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അല്ലെങ്കിൽ ഇവരാരെങ്കിലും ഈ സർവ്വവ്യാപിയായ ദൈവത്തെ ഇങ്ങനെ ഒന്ന് മറിച്ച് മാറ്റി തരണം. അടുത്ത സ്പേസ് പണ്ട് വാമനം ചോദിച്ചാൽ ഇനി കാലം എവിടെ വെക്കണമെന്ന് ചോദിച്ച പോലെ ഇത് ഇതിനെ മറിച്ച് മാറ്റിയിട്ട് അടുത്ത സ്പേസ് കൊണ്ടാണെങ്കിൽ അടുത്തതിനെ എണ്ണാൻ പറ്റത്തുള്ളൂ. ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നിങ്ങളോട് ദയവായിട്ട് പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 പേഴ്സൺസ് ഉണ്ട്, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പൊ ഈ ഒരാളെ നിങ്ങളൊന്ന് മറിച്ച് മാറ്റിത്താ, അപ്പൊ ഞങ്ങൾ അടുത്ത ആളെ കൊണ്ടുവരാം. ഈ ഒരാളെ ഇങ്ങോട്ട് മറിച്ച് മാറ്റിയാലേ അടുത്ത ആളെ പൊക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ എത്ര വാട്ട് എ വണ്ടർഫുൾ ഗോഡ് വി ഹാവ്. എത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. മുഹമ്മദ് ഈസ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, എത്ര അനന്തമായ വ്യക്തികൾ ദൈവമായി ഉണ്ട്? ഈസ അതല്ലേ പറഞ്ഞത്, ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എത്രയാണ് ഈസ പറ. അന്ന് ഞാൻ ഈ പണി നിർത്തി വേറെ പണിക്ക് പോകും. ഈസാ മുഹമ്മദ് എന്നോടുള്ള എല്ലാ ബഹുമാനവും ആദരവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇപ്പൊ ഈസ എഴുതുക ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈക്വൽസ് വാട്ട്. അപ്പൊ ഈസ എഴുതുക അനദർ ഇൻഫിനിറ്റി, ദാറ്റ്സ് ഇറ്റ്. അല്ല 3 ഇൻഫിനിറ്റി എന്ന് എഴുതാൻ പറ്റുമോ? 3 ഇൻഫിനിറ്റി ഈസാക്ക് എഴുതാൻ പറ്റുകയാണ്. ഞങ്ങൾക്ക് 3 ദൈവങ്ങളുണ്ട്. ഞങ്ങൾക്ക് 3 ദൈവങ്ങളുണ്ട്. 3 ഇൻഫിനിറ്റി എഴുതണം, എഴുതി കാണിക്കണം. അപ്പൊ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിൽ തൃത്വവിരോധം പൊളിഞ്ഞത് തവിടുപടി തരിപ്പണമായിട്ട് താഴോട്ട് പോയി. അത്രേ ഉള്ളൂ. എനിക്കൊന്ന് ഇവർക്ക് പലർക്കും പറ്റിയ ആ കുഴപ്പം എന്ന് പറയുന്നത്, അല്ല ഇത് പഠിത്തത്തിന്റെ പല അഭാവങ്ങളും പലപ്പോഴും വന്നിട്ടുണ്ട് ഇതിനകത്ത് ആരെയും നമുക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാനായിട്ട് പറ്റുന്നില്ല. പഠിത്തത്തിന് ഒരുപാട് അഭാവം വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പൊ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ക്രിയേറ്റഡ് യൂണിവേഴ്സിലാണ് നിൽക്കുന്നത്. ഈ കാണുന്ന ഭീമൻ നക്ഷത്രങ്ങളും വലിയ ഗാലക്സികളും എല്ലാം സൃഷ്ടിയാണ്. എല്ലാം സൃഷ്ടിയാണെങ്കിലും ആ സൃഷ്ടിയല്ലാത്ത സൃഷ്ടാവ്, ആ സൃഷ്ടാവിനാണ് പുത്രനും പിതാവും പരിശുദ്ധാത്മാവും നിൽക്കുന്നത്. നമ്മൾ ആ ട്രിനിറ്റിയാണ് വർഷിപ്പ് ചെയ്യുന്നത്. ദ ക്രിയേറ്റർ സൃഷ്ടാവ് എന്നല്ല. വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞാല്, ദൈവം പരിശുദ്ധനാവുന്നു. അവന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കുകയില്ല. പുത്രനെ കുറിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ പരിശുദ്ധനാ. 3 പരിശുദ്ധരാണ്. ഈ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ യൂണിവേഴ്സിലുള്ള അല്ലെന്ന് അതിന്റെ അർത്ഥം. ഡിഫറന്റ് എന്നുള്ളതാണ്. അത് നമ്മുടെ ആളുകൾ ബീഡി വലിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഈ മനസ്സിലാക്കുന്നത്. ഇത് പൂവർ ആൻഡ് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പരിശുദ്ധൻ എന്ന് പറയുമ്പോഴേക്കും സിനിമ കാണാത്തവൻ, ബീഡി വലിക്കാത്തവൻ, കള്ളു കുടിക്കാത്തവൻ, ഭാര്യയെ കുനിച്ചു ഇടിക്കാത്തവൻ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. കർത്താവിനെ സംബന്ധിച്ച് പരിശുദ്ധനാണ് എളുപ്പമായിരുന്നു. കാരണം പുള്ളിക്ക് ഭാര്യയും കുടുംബമൊന്നും ഇല്ലായിരുന്നു. പുള്ളി ഒരു പരിശുദ്ധൻ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അതല്ല ഹോളി. അതുകൊണ്ട് ഈ മാലാഖമാര് മുഴുവൻ ആരാധിക്കണം. ഹോളി 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 എന്ന് പറഞ്ഞ സ്വർഗം മുഴുവൻ ഈ ചിറകടിച്ചങ്ങ് ആരാധിക്കാണ്. ചിറകുകളൊക്കെ വിരിച്ചിങ്ങനെ അവരിങ്ങനെ വീശുമ്പോ മ്യൂസിക് വരുമെന്നാ പറയുന്നത്. അപ്പൊ ഭയങ്കരമായ മ്യൂസിക്കിൽ അവരിങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, നീ ഹോളി ആണെന്ന് പറയുമ്പോ പറയാണ് വി ആർ ക്രിയേഷൻ, ഞങ്ങളെല്ലാം സൃഷ്ടികളാണ്, പക്ഷെ നീ മാത്രം സൃഷ്ടാവാണ്. അതുകൊണ്ടാണ് ഹോളി. ഹോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ഇതിന്റെ ഭാഗമല്ല. ദൈവമേ ആകാശം പഴകിപ്പോകും, നീ ക്രിയേഷന്റെ ഭാഗമല്ലെന്ന ഈ ഹോളിയുടെ അർത്ഥം. ഇനിയെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കണം. ഹോളി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ ക്രിയേഷന്റെ ഭാഗമല്ല, കർത്താവേ നീയാണ് സൃഷ്ടാവ്. അപ്പൊ ആ വർഷിപ്പ് സണ്ണും ഫാദറും ഹോളി സ്പിരിറ്റും, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് നമുക്ക് ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുന്നത്. എനിക്ക് ആ കാര്യത്തിലെ ബോധ്യമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അടുത്തത് ആദി മുതൽ ഇന്ന് വന്നേക്കും ആമേൻ. ഫ്രം ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ആദി മുതൽ അങ്ങനെ തന്നെയാണ്. ഇടക്കാലത്ത് കയറി വന്നൊന്നുമല്ല. നൗ ആൻഡ് ഫോർ എവർ ആൻഡ് എവർ മോർ. ശുഭഹോല പോലെ റൂവൽ റൂവ കാദീശോ എന്ന് പറയുമ്പോൾ ഓലം വാദാമിന് ഓലം ഓൽമീനാമി. ഓലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്കെല്ലാം അറിയാം. ഇപ്പൊ ഈയിടെ നിത്യതയുടെ തർക്കം വന്നപ്പോ ഓലം എന്നുള്ള എബ്രായ വാക്ക് നിത്യമാണെന്നൊക്കെ, അതിന്റെ സുറിയാനി വാക്ക്. സോ മെനോലം വാലാമിനോ ഓലം ഓൽമീനാമീൻ. ആദ്യം മുതൽ ഇന്ന് വന്നേക്കും അങ്ങനെ തന്നെ ആമേൻ. എന്നതാ ഇന്നത്തെ ചർച്ച നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിന്റെ വേറൊരു ഭാഗം കൂടെ നമുക്ക് ഒരിക്കൽ ചെയ്യണം. ഇനിയുണ്ട്, ഒരുപാടുണ്ട്. തീരും. അതുകൊണ്ട് ലിജു തോമസ് ചോദിക്കുന്ന 3 പേരും ആദ്യം മുതൽ ഉണ്ടോ? 3 പേര് ആദ്യം മുതലുണ്ട്.
തീർച്ചയായിട്ടും അതല്ലേ ആദ്യം നമുക്ക് എന്ന് പറഞ്ഞാൽ അത് സുറിയാനിക്കാരന്റെ പ്രതിവാക്യം ഈ മെനോലം മാതാമിന് ഓലം ഓൽ ബിനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്. പവർഫുൾ ടാഗ് ലൈൻ എന്നൊക്കെ പറയുന്നാലേ എന്താ ഈ പറയുന്നത്? ശുഭഹോലാബോലോ കാദീശോ എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും മരിച്ചു ദ്രുവേസ്തുതി. അപ്പോഴേ പ്രതിവാക്യം ഇവിടുന്ന് അങ്ങോട്ട് പറയണം മെനോലം മോതാമിനോ ഓലം ഓൽ ബിനാമി. അത് അച്ഛൻ ഇങ്ങനെ തോന്നിയതൊന്നും അല്ല, ആദ്യം മുതൽ എന്നും ഇനി എന്നേക്കും അങ്ങനെ തന്നെ. ആമേൻ. ആ പ്രതിവാക്യം ഇറ്റ് ഈസ് സോ പവർഫുൾ. അപ്പൊ അതുകൊണ്ട് ഇനി അത് പോയി പറയുന്ന സുറിയാനിക്കാർ ഓർത്തോണം, നിങ്ങൾ പറയുന്നത് ഭയങ്കര പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്നത്. അപ്പൊ ബ്ലസിമോടെ വയറുവേദനയും ജോക്കുട്ടന്റെ വിസായും പിന്നെ അയലക്കത്തെ അച്ചാമ്മയുടെ അഹങ്കാരം ഒതുക്കുന്നൊന്നും അല്ല ഇവിടെ പരിപാടി. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ലിനു പാസ്റ്ററുടെ നെറ്റ് തീരാൻ വേണ്ടി അംബാനി പറഞ്ഞിരിക്കും അത്ര ഉള്ളെന്ന്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അടുത്ത പിന്നൊരു ദിവസം ബാക്കി സംസാരിക്കാം. ഓക്കെ, ബൈ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ചർച്ച ത്രിയേകത്വവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും കാര്യങ്ങളുമായിരുന്നു. ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഒരു വ്യക്തി എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഇതാണ് ഇതിന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നു, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പല ആളുകൾ എന്നെ കുറിച്ച് പലത് പറയാറുണ്ട്. ചില കാര്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല. അങ്ങനെയാണ് ഞങ്ങൾ പരസ്പരം ഫോൺ വിളിച്ച് സംസാരിച്ചാൽ പോലെ ഈ പരസ്യമായിട്ട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്ര ലളിതമായി ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സാധാരണ ജനങ്ങളുമായിട്ട് എനിക്ക് ഒരുപാട് അടുപ്പമുണ്ട്. ആളുകൾ എന്നെ ഒരുപാട് ഫോൺ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരുടെ ചോദ്യങ്ങളാണ് ഞാൻ പലപ്പോഴും ഒരു ചർച്ച വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ എനിക്കറിയാമെങ്കിൽ എനിക്കറിയാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഞാൻ ചോദിച്ചാൽ പോരെ. അപ്പം എൻ്റെ അറിവില്ലായ്മ ആണെന്ന് വിചാരിക്കണ്ട, എനിക്കറിയാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കണ്ട. ഏതൊരാൾ വരുമ്പോഴും ഞാനതങ്ങനെ സംസാരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ. അതിനാണ് പൊതുവിലൊരു ചർച്ച തന്നെ, ഇങ്ങനൊരു ക്ലാസ് പോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു പ്രശ്നമായി കാണാതെ അങ്ങനെ ആരോപിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഈ ലൈവുകളിൽ വരുന്ന പല ആളുകളും പറയുന്നു, ഇല്ലെങ്കിൽ പാസ്റ്ററിനത് അറിയത്തില്ല, ഇതറിയത്തില്ല എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അറിയാത്തവർ, ഞാനൊരു പാസ്റ്ററാണ്, എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ ഞാൻ അറിയാവുന്നവരോട് ചോദിക്കുമോ, അത് ഫോൺ വിളിച്ച് ചോദിച്ച കാര്യം പരിഹരിക്കത്തില്ലേ ഉള്ളൂ. ഇങ്ങനെ പരസ്യമായിട്ട് വന്നൊന്നും അറിയാത്തതുപോലെ സംസാരിക്കുമോ? അപ്പോൾ പരസ്യമായിട്ട് വന്ന് ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മളെ കാണുന്ന ഒരുപാട് പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ലിനു കെ ജോൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഈ പറയുന്ന പ്രോഗ്രാമുകളുടെ എല്ലാം അതിൻ്റെ വീഡിയോസ് കാണും. കഴിയുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ്.